ശതധാരമുത്സമക്ഷീയമാണം വിവശ്ചിതം വിതരം വക്വാനാം മേളിം മദന്തം പിത്രോരുവസ്തേദം രോദസി വിവൃതം സത്യവാചം ഗും ഗുരുഭ്യോ നമഃ. ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധോ ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓങ്കും ഗുരുഭ്യോ നമഃ. ഹസ്തീന്ദ്രാനനമിന്ദുചൂടമരുണച്ഛായം ത്രിനേത്രം രസാദാശ്ലിഷ്ടം പ്രിയയാ സപത്മകരയാ സ്വംഗസ്തയാ സന്തതം ബീജാപൂരഗതാധനുസ്ത്രിശികയുക് ചക്രാബ്ജപാശോൽപലവ്രീഹഗ്രം സ്വവിഷാണരത്നകലശാൻ ഹസ്തൈർവഹന്തിം ഭജേ. ഓം ഗം ഗണപതയേ നമഃ. ബാലരവിദ്യുതിമിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത് ഭുവനീശിം. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീകാ പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാരസംസ്ഥ നിവസത് ഹൃദിബാല നിത്യകല്യാണശീല ജ്വാലാകരാളമത്യുഗ്രം നശേഷാസുരസൂദനം തൃശൂലം വാതിനോ ഭീതേർ ഭദ്രകാളീ നമസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയാമി. നാരായണ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ഈ സത്രവേദിയിൽ കടന്നു വരുമ്പോൾ ഇത് 18ാമത് പ്രാവശ്യം. തുടക്കം മുതൽ, അതായത് അതിൻ്റെ ആരംഭ ദശ മുതൽക്ക് ഓരോരോ സന്ദർഭങ്ങൾ, ഓരോരോ വർഷങ്ങൾ കടന്നു പോന്നതും എത്രമാത്രം മാറ്റങ്ങൾക്ക് വിധേയമായി ഈ പ്രദേശം തന്നെ എന്ന ഒരു കാഴ്ച, അത് വാസ്തവത്തിൽ ഒരനുഭൂതി തന്നെയാണ്. ഭാഗവതത്തിലൂടെ നാം നേടുന്ന അനുഭൂതി, ആ അനുഭൂതി എത്രമാത്രം ശ്രേഷ്ഠമാണോ അതുപോലെ തന്നെയാണ് ഒരു നൈമിഷികാരണ്യം നല്ല രീതിയിൽ പെർമനൻ്റായിട്ട് എന്നും ഒരു ചിരസ്ഥായി ആയിട്ടുള്ളൊരവസ്ഥയെ പ്രാപിച്ചു കൊണ്ട് നിൽക്കുന്ന ഈ കാഴ്ച. നമ്മൾ സനാതനധർമ്മികൾ, പ്രത്യേകിച്ചും ധർമ്മം സനാതനമാണ്, നമ്മുടെ സംസ്കാരം സനാതനമാണ്. പക്ഷേ ഈ സനാതനമായിരിക്കുന്ന സംസ്കാരത്തെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് ഇതുപോലെ സ്ഥിരചമയങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ സ്വാമികളുടെ തപസ്സിൻ്റെ ഫലമായിട്ടാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തപസ് ഭാഗവതത്തിന് അന്യമല്ല. തുടക്കം മുതൽ നമ്മൾ കാണുന്നത് ബ്രഹ്മാവിൻ്റെ തപസ്സാണ്. ദ്വിതീയ സ്കന്ധത്തിലും തൃതീയ സ്കന്ധത്തിലും എല്ലാം തന്നെ ഈ ബ്രഹ്മാവ് തപസ് ചെയ്തുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. വരാഹാവതാരം അനുഷ്ഠിക്കുന്നത് ഭഗവാൻ ഈ പറയുന്ന ബ്രഹ്മാവിലൂടെ, തപസ്സിലൂടെയാണ്. അപ്പോൾ ഈ തപസ് എന്ന് പറയുന്നൊരു അനിവാര്യമായിട്ടുള്ള ഘടകം നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിഗതമായിട്ട് ദൈനംദിന ജീവിതത്തിൽ പ്രാപഞ്ചികമാകട്ടെ അല്ലെങ്കിൽ പാരത്രികമാകട്ടെ എന്ത് സംഗതിയായാലും അതിലെല്ലാം തപസ് കൂടാതെ രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഭാഗവതത്തിൽ തന്നെ വ്യഞ്ജനാക്ഷരങ്ങളിൽ 16ാമത്തേതും 21ാമത്തേതും കേട്ടു എന്ന് പറയുന്നതിൽ നിന്ന് തപ തപ എന്നുള്ള ആ ശബ്ദം, അതിൻ്റെ അർത്ഥതലം, അതിൻ്റെ വ്യാപ്തി, ഇതെല്ലാം തന്നെ മനസ്സിലാക്കാൻ ബ്രഹ്മാവിന് കഴിഞ്ഞു. തപസ്സിലേക്ക് അദ്ദേഹം ഇറങ്ങി. അതിൻ്റെ ഫലമായിട്ട് ഇത്തരത്തിലുള്ള ഭാഗവതം ചതുശ്ലോകിയായാലും അതിനെ തുടർന്നുള്ള സകല സംഭവ വികാസങ്ങളും അദ്ദേഹത്തിൻ്റെ തപസ്സിലൂടെയാണ്. ഇത് ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. വളരെ വിസ്താരമാർന്ന ഒരു പ്രത്യേക സ്റ്റേജും അതുപോലെ ഓഡിയൻസ്, അവർക്കെല്ലാം തന്നെ ഇരിക്കാനുള്ള ഇത്തരത്തിലുള്ളൊരു ശാല, യജ്ഞശാല, അത് വാസ്തവത്തിൽ നമ്മുടെ ഒരു സ്വപ്നം, അത് യാഥാർത്ഥ്യമായ പോലെയാണ്. അതിനെല്ലാം തന്നെ നമുക്ക് അങ്ങേയറ്റം
നമ്രശിരസ്കനായിട്ട് നമിക്കേണ്ടത് സ്വാമികളെ മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ ഫലം, അദ്ദേഹം അനവധി വർഷക്കാലമായി ആരോഗ്യ സൗഖ്യത്തോടുകൂടി വസിച്ച് നമ്മുടെ സംസ്കാരത്തെ ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു സ്രോതസ്സായിട്ട് ഇവ കാര്യങ്ങളെല്ലാം തന്നെ ഒഴുകി വരുന്ന ഒരു പ്രവാഹസ്ഥലം അതിൻ്റെ പ്രഭവസ്ഥാനമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്ന് ഹംസാവതാരം മറ്റൊരു രീതിയിലാണ് സ്വാമികൾ ആ വിഷയം ഇതിൽ ഇട്ടിട്ടുള്ളത്. മറ്റൊന്നുമില്ല, ബ്രഹ്മാവിനെ തുണയ്ക്കാനായിട്ട് ഓടിയെത്തുന്നത് സാക്ഷാൽ അന്നങ്ങളാണ്. അപ്പോൾ ഇവിടെയും ബ്രഹ്മാവിനെ തുണയ്ക്കാൻ അരയന്നമെത്തിയപ്പോൾ ആ സബ്ജക്റ്റ്, സ്വാമികളുടെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ രചനാ വൈഭവം, സർഗാത്മകത, ആ സാഹിത്യത്തിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ആ ശബ്ദപ്രപഞ്ചം, വാക്കുകളെല്ലാം തന്നെ ഒരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഈശ്വരീയമായിട്ടുള്ള അനുഗ്രഹം. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് ബ്രഹ്മാവിനെ തുണയ്ക്കാൻ അരയന്നമെത്തിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന സംഗതികളെല്ലാം തന്നെ ഇവിടെ പറയുന്നതിന് ഈ 1.25 മണിക്കൂർ പോരാ. എങ്കിലും നമ്മൾക്ക് പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞൊപ്പിക്കാനായിട്ട് അല്പം സ്പീഡ് കുറയ്ക്കണമെന്ന് സ്വാമി കഴിഞ്ഞ വർഷം പറഞ്ഞത് സാധിക്കുമോ എന്നൊന്ന് പരീക്ഷിക്കുകയും ചെയ്യാം. സ്പീഡ് കുറയ്ക്കുക. അപ്പോൾ എല്ലാ തരത്തിലും സ്പീഡ് വരണമെങ്കിൽ തൊണ്ട കുറച്ചുകൂടി ശക്തമായാൽ സ്പീഡ് കുറയാനിടയില്ല. പക്ഷേ ഈ വെക്കേഷൻ സമയം വന്നപ്പോൾ സ്പീഡ് കുറയ്ക്കാൻ നല്ല ഒരു ശിക്ഷ എന്നുള്ള മട്ടിൽ തൊണ്ടയെല്ലാം തന്നെ പരിങ്ങലിലായി. അപ്പോൾ അത്തരത്തിൽ വന്നപ്പോൾ സ്പീഡ് കുറയും. സ്പീഡ് കൂട്ടിക്കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഏതായാലും അന്നം ഹംസം എന്ന് പറയുന്ന ആ പേര് കേൾക്കുമ്പോഴേ തന്നെ ഭാഗവതമാണ് ഓർമ്മ വരിക. കാരണം പരമഹംസന്മാരാൽ പാടപ്പെട്ട ജ്ഞാനം എവിടെയാണോ ഉള്ളത്, എത്ര ജ്ഞാന വിരാഗ ഭക്തിസഹിതം നൈഷ്കർമ്മ്യം ആവിഷ്കൃതം, ഭാഗവത്തിൽ മാത്രമാണ് എത്ര ജ്ഞാന വിരാഗ ഭക്തിസഹിതം നൈഷ്കർമ്മ്യം ആവിഷ്കൃതം. നിഷ്കാമകർമ്മയോഗത്തേക്കാൾ കർമ്മമില്ലാത്തൊരവസ്ഥ, അതും പരമഹംസന്മാർ പാടിയ ആ ജ്ഞാനം, അത് ആദ്യം മുതൽ അവസാനം വരേക്ക് ഉൾക്കൊള്ളുന്ന ഭാഗവത്തെയാണ് നാം യച്ഛൃണ്വൻ പ്രപടൻ വിചാരണ പരോഭക്തിയ, അത്തരത്തിലുള്ള വ്യക്തികളാണ് നമ്മൾ മോചിതരാകുന്നത് എന്ന്. അപ്പോൾ ഇവിടെ ഹംസം എന്നുള്ള പ്രയോഗം അവിടെ കാണാം. ഇനി രണ്ടാമത് ചതുർത്ഥ സ്കന്ധത്തിൽ നാം ഹംസത്തെ കണ്ടുമുട്ടുന്നുണ്ട്, കൂട്ടിമുട്ടുന്നുണ്ട്. പരമഹംസവും ജീവഹംസവും 2 ഹംസങ്ങൾ മാനസരസിലിങ്ങനെ ക്രീഡിക്കുന്നവ. അവയിൽ നിന്ന് ഒരുത്തൻ, ഈ പറയുന്ന ജീവഹംസം, തെക്കോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെന്നു എന്നും അവിടെ നവദ്വാരങ്ങളുള്ള പുരി അതിനെ കണ്ടതിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ അവിടെയും ഒരു ഹംസത്തെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഹംസം സർവത്ര, ആദ്യം മുതൽ അവസാനം വരേക്കും ഇടയ്ക്കും മുറയ്ക്കും ആ ഹംസത്തിൻ്റെ ആ സ്ഥാനവും അതിൻ്റെ പ്രത്യേകതയും മുറ്റി നിൽക്കുന്ന ഭാഗവത്തെയാണ് നാം കാണുന്നത്. ഇനി വിഷയത്തിലേക്ക് ഒന്നുകൂടി കടക്കുമ്പോൾ ബ്രഹ്മാവ് എങ്ങനെ വാസ്തവത്തിൽ ഈ അന്നത്തെ കൊണ്ട് അനുഗ്രഹീതമായി. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും മറ്റൊരു ചെറിയ കാലത്ത്, അതായത് ചെറുപ്രായത്തിൽ കഥകളി ഭ്രാന്തായിട്ട് നടക്കുന്നൊരു കാലഘട്ടത്തിൽ വളരെയേറെ ഇഷ്ടപ്പെട്ട ഒന്ന് നളചരിതം. ആ നളചരിതത്തിൽ നാം കാണുന്ന ഹംസം പലപ്പോഴും നമ്മൾ കളയുന്ന ഡിസ്കാർഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാത്തൊരു ഹംസമാണ് നളചരിതത്തിലെ ഹംസം. പക്ഷേ നളചരിതത്തിലെ ഹംസം, നളനഗരെ വാഴുന്നു ഞാൻ നളിന ജന്മ വചസ, നളിനമിഴിമാർക്ക് നടപടിപ്പാൻ എന്നാണ് അതിൽ ഉണ്ണായി വാര്യർ എഴുതി ചേർത്തത്. നളിനമിഴിമാർക്ക് നടപടിപ്പാൻ. അപ്പോൾ നളിനമിഴിമാർക്ക്, സുന്ദരിമാർക്ക് എങ്ങനെ നടക്കണം എന്ന് ഇങ്ങനെ അന്നനട അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നു എന്നാണ് നളനഗരത്തിൽ വസിക്കുന്ന ഞാൻ നളിന ജന്മവചസ, ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം പോകുന്നതാണ് എന്ന്. അപ്പോൾ ഈ ഹംസത്തെ ഒന്നുകൂടി കൂട്ടി ഇണക്കണം, ആ ബ്രഹ്മാവുമായിട്ടൊന്ന് കൂട്ടിയോജിപ്പിക്കണം. ബ്രഹ്മാവിൻ്റെ വാഹനമാണ്. ബ്രഹ്മാവിൻ്റെ വാഹനമായിട്ടുള്ള ഈ ഹംസം സാക്ഷാൽ മഹാസരസ്വതിയുടെ വാഹനവുമാണ്. അപ്പോൾ ഈ ഹംസം എന്ന് പറയുന്നത് എവിടെ നിന്ന് തുടങ്ങുന്നു, എങ്ങനെ തുടരുന്നു, പ്രത്യേകിച്ചും വേദഗർഭനായിട്ടുള്ള, വേദങ്ങളെല്ലാം തന്നെ ഉരുത്തിരിഞ്ഞ് ബ്രഹ്മാവ് ധ്യാനനിഷ്ഠനായപ്പോഴാണ് വേദം ഉണ്ടായത് എന്ന് ഭാഗവതത്തിൽ 12ാമത്തെ സ്കന്ധത്തിൽ 6ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുമുണ്ട്. ധ്യാന മനസ്കനായിട്ടിരിക്കുന്ന, യോഗ ആരൂഢനായിട്ടിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് തട്ടി ഉണർന്ന നാദം, അത് ഓംകാരമെല്ലാം തന്നെ അകാരോകാരം അകാരങ്ങളായി അക്ഷരപ്രപഞ്ചമായി, അതിലൂടെ വേദങ്ങളുണ്ടായി എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ശ്രേഷ്ഠമതിയായിരിക്കുന്ന ബ്രഹ്മാവ് സഞ്ചരിക്കുന്നതാണ് ഈ ഹംസം, വാഹനമാണ്. അങ്ങനെ ബ്രഹ്മാവിൻ്റെ വാഹനമായിരിക്കുന്ന ഈ ഹംസം നളിന ജന്മവചസ, ബ്രഹ്മദേവൻ്റെ നിർദ്ദേശപ്രകാരം നളനഗരത്തിൽ വന്ന് കൂടിയിരിക്കുകയാണ് എന്ന് നളചരിതത്തിൽ. അപ്പോൾ എല്ലാ തരത്തിലും എന്താണ് ദൗത്യം ഈ ഹംസത്തിൻ്റെ? ഹംസത്തിന് ഒരേ ഒരു ദൗത്യം മാത്രമേ ഉള്ളൂ. ദമയന്തി എന്ന് പറയുന്ന പ്രകൃതിയുമായിട്ട്
നളനെന്ന് പറയുന്ന പുരുഷനെ യോജിപ്പിക്കുക. ഭാഗവതവുമായിട്ട് ഇതൊന്ന് ഇണക്കി ചേർക്കാൻ നോക്കുക. ശ്രോതാക്കൾ ശ്രദ്ധിക്കുക. ഭാഗവതത്തിൽ ജീവബ്രഹ്മൈക്യം എന്ന് പറയുന്ന ലക്ഷ്യമല്ലാതെ മറ്റു യാതൊന്നുമില്ല. നമ്മൾ ഭാഗവതം വായിക്കുന്നതും അതിനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതും ജീവനെ ഈശ്വരനുമായിട്ട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമഞ്ജസമായിട്ടുള്ള സമ്മേളനവും അത്തരത്തിലുള്ള ബോധതലത്തിൻ്റെ ഉണർവും അതാണ് നമ്മുടെ മുക്തി. ഭാഗവത ഭാഷയിൽ മുക്തി എന്ന് പറയുമ്പോൾ ജീവനെ ഘടിപ്പിക്കുകയാണ് ബ്രഹ്മവുമായിട്ട്. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള ആ രീതിയിൽ. അപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നത് ഞാൻ തന്നെ എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഈ ഹംസത്തെ പരമഹംസവുമായിട്ട് യോജിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു കഥാപാത്രം നളചരിതത്തിൽ നമ്മൾ കാണുന്നു. നളൻ എന്ന് പറയുന്ന പ്രകൃതി പുരുഷനെയും ദമയന്തി എന്ന് പറയുന്ന പ്രകൃതിയെയും തമ്മിൽ യോജിപ്പിക്കുക. പ്രകൃതി പുരുഷന്മാരെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും അവശേഷിക്കുന്നില്ല. പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെല്ലാം തന്നെ കെട്ടടങ്ങി ബ്രഹ്മം എന്ന് പറയുന്ന ഈശ്വരൻ്റെ എന്തെന്നില്ലാത്തൊരവസ്ഥ. ആത്മാവിനെ പറ്റിയാണല്ലോ കഠോപനിഷത്തിനെ പുരസ്കരിച്ചുകൊണ്ടുള്ള കഴിഞ്ഞ പ്രഭാഷണം നിങ്ങൾ കേട്ടത്. അവിടെ വാസ്തവത്തിൽ ആത്മാവിൻ്റെ ഭാവം, അത് പരമാത്മാവിൻ്റെ ഭാവം, ജീവാത്മാവിൻ്റെ ഭാവം, ഇത് രണ്ടായിട്ട് തിരിഞ്ഞിരിക്കുന്നത് പ്രകൃതി പുരുഷന്മാരായിട്ട് വേർതിരിഞ്ഞപ്പോഴാണ്. അങ്ങനെ ഒരു വേർതിരിവില്ലാതെ വരുമ്പോൾ ആത്മാവ് മാത്രം അവശേഷിക്കുന്നു. അത് വാസ്തവത്തിൽ നാശരഹിതം. നജായതേ മ്രിയതേ വാക്കഥാജിന്നായം ഭൂത്വാ ഭവിതാവാനഭൂയ അജോ നിത്യ ശാശ്വതോ യം പുരാണോ, ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു പഠിക്കുന്ന ആത്മാവ്. അങ്ങനെയുള്ള ആത്മാവിനെ തന്നെയാണ് ഇവിടെ വാസ്തവത്തിൽ യോജിപ്പിച്ചുകൊണ്ട് പ്രകൃതിയെയും പുരുഷനെയും സംയോജിപ്പിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ശക്തമായിരിക്കുന്ന ഭാവത്തെ ആർജിക്കാൻ വേണ്ടിയിട്ട് നളിനജന്മവചസ നഗരത്തിൽ വന്നിരിക്കുന്ന ഹംസത്തെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഹംസത്തെ അവിടെ കാണുമ്പോൾ അന്നം വാസ്തവത്തിൽ യോജിപ്പിക്കാനുള്ളൊരു ദൂതനാണ്. നല്ലൊരു ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് അവരെ തമ്മിൽ ഇണക്കിക്കൊണ്ട് യോജിപ്പിച്ചുകൊണ്ട് പ്രകൃതി പുരുഷന്മാരുടെ സംയോജനം സാധിച്ചുകൊണ്ട് സായുജ്യം എന്ന് പറയുന്ന പദവിയെ നമുക്ക് ഇട്ടുകയറുന്ന ഒരു കഥാപാത്രമായിട്ട്, ഒരു പക്ഷി ശ്രേഷ്ഠനായിട്ട് ഈ ഹംസത്തെ കാണാം. ഇതൊരാമുഖം. ഇനി പതുക്കെ പതുക്കെ നമ്മൾ കടക്കുമ്പോഴാണ് ഹംസാവതാരം നടക്കുന്ന, അല്ലെങ്കിൽ ഹംസത്തിൻ്റെ ഈ സാന്നിധ്യം കൊണ്ട് സംശയനിവൃത്തി വരുത്തുന്ന സനകാദികളുടെ കാര്യം നമ്മൾ ഏകാശസ്കന്ധത്തിൽ പഠിക്കുന്നത്. നമ്മൾ ഉടനെ തന്നെ ചോദിക്കണം, ഈ സനകാദികൾ എന്ത് ചോദ്യമാണ് ചോദിച്ചത് എന്ന് ചോദിച്ചാൽ, ചിത്തത്തിൽ പ്രവേശിക്കുന്ന ഗുണങ്ങൾ അതെങ്ങനെ പ്രവേശിക്കുന്നു എന്നും ആ ചിത്തത്തിൽ നിന്ന് ഗുണങ്ങളെല്ലാം തന്നെ എങ്ങനെ വേർപിരിയുന്നു എന്നുമാണ്. ഗുണങ്ങളെ കൊണ്ട് സാത്വികരായ സതാമസ ഗുണങ്ങളാണ്. ഈ ത്രിഗുണങ്ങളെല്ലാം തന്നെ ബാധിക്കുന്നത് എങ്ങനെ ചിത്തത്തെ, അത് ബാധിക്കാത്ത അവസ്ഥയിലേക്ക് എങ്ങനെ ചെല്ലുന്നു എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മാവിൻ്റെ സവിശേഷമായിട്ടുള്ള നിർവചനം, പ്രത്യേകിച്ചും തുഞ്ചത്തിരാമാനുജൻ എഴുത്തച്ഛൻ ആത്മാവിനെ പറ്റി പറയുന്നത് ഗുണകാമാത്മാവിനെ മാനസം എന്ന് ചൊല്ലുവോ, ഗുണകാമങ്ങൾ പോയാൽ മാനസം തന്നെ ആത്മാ എന്നാണ്. അപ്പോൾ ആത്മാവിനെയും മനസ്സിനെയും വേർതിരിച്ചറിയാൻ ഒരേ ഒരു വിദ്യ മാത്രമേ ഉള്ളൂ. സാത്വികരായ സതാമസ ഗുണങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ മനസ്സാണ്. ആ മനസ്സ് എന്ന് പറയുന്ന തലത്തിൽ നിന്ന് ഈ ഗുണങ്ങളും കാമനകളും ഇതെല്ലാം തന്നെ നിശേഷമില്ലാതെയായാൽ അത് ആത്മാവാണ്. അപ്പോൾ ആത്മാവും മനസ്സും തമ്മിൽ വേർതിരിയുന്ന ഒരു ഡെലിക്കേറ്റ് ആയിരിക്കുന്ന ഒരു ഡിമാർക്കേഷൻ, വളരെ ഏറെ മൃദുലമായിരിക്കുന്ന വളരെ നേരിയ ഒരു വേർതിരിവ് മാത്രമേ ഉള്ളൂ. ഗുണങ്ങളും കാമനകളും പ്രവേശിക്കാതിരുന്നാൽ ആത്മാവ്, ഗുണങ്ങളും കാമനകളുമെല്ലാം തന്നെ പ്രവേശിച്ചു കഴിഞ്ഞാൽ മനസ്സ്. അപ്പോൾ ഇവിടെയും ചിത്തത്തിലേക്ക് ഗുണങ്ങളും അതുപോലെ ത്രിഗുണങ്ങളെല്ലാം തന്നെ പ്രവേശിക്കുകയും ആ ഗുണങ്ങൾ പ്രവേശിച്ച് അത് വികൃതമാകുകയും ചെയ്യുന്നത് എങ്ങനെ, അതിൽ നിന്ന് ഇതെല്ലാം വിട്ടുപോയിട്ട് അതൊരു ശുദ്ധമായിട്ടുള്ളൊരവസ്ഥയെ എങ്ങനെ പ്രാപിക്കുന്നു, ഈ ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ ഈ സനകാദികളെന്ന് പറയുന്നവരെ സദാ ഹരിശരണം പ്രാപിച്ചവരാണ്. അവരുടെ ജന്മം കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. ബ്രഹ്മാവിൻ്റെ അന്ധക്കരണത്തിൽ നിന്ന് ഉത്ഭവിച്ച ഇവർ അന്ധക്കരണത്തിലെ 4 ഭാഗങ്ങളുമാണ്. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്ന് പറയുന്ന 4 പേരും അന്ധക്കരണത്തിൻ്റെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്ന 4 ഭാഗങ്ങളുമാണ്. അങ്ങനെ അന്ധക്കരണ ചതുഷ്ടയത്തിൻ്റെ 4 ഭാഗങ്ങൾ അവർ തന്നെയാണ് ഈ സനകാദികൾ. അവർ ആദ്യം ചെയ്ത പ്രവൃത്തി ഒന്ന് പരിശോധിച്ചാൽ ഭാഗവത്തെ ഉടനീളം നമുക്ക് ഇവരുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കാം. ഒന്ന്, ഈ പറയുന്ന സനകാദികളൊരിക്കൽ വൈകുണ്ഠത്തിലേക്ക് പോയ കഥ, അതാണല്ലോ തൃതീയ സ്കന്ധത്തിലെ ജയവിജയന്മാരുടെ ശാപത്തിന് ഇടയാക്കിയ കഥ. ഈ സനകാദികളെന്ന് പറയുന്നവരെ അവർ സദാ ഹരിശരണം പ്രാപിച്ചവരാണെങ്കിൽ, അവർ ഈശ്വര സ്മൃതിയിൽ ആണ്ട് കഴിയുന്നവരാണെങ്കിൽ, അവർ എല്ലായ്പ്പോഴും പ്രായമേറാത്തവരാണെങ്കിൽ, അപ്പോൾ നിത്യമുക്തന്മാരും നിർമുക്തന്മാരുമാണ്. അങ്ങനെ എല്ലാ തരത്തിലും യോഗ്യന്മാരായിട്ടുള്ള ഇവരെന്തിനാണ് ഈ വൈകുണ്ഠത്തിലേക്ക് പോയത്? യദ്ഗത്വാന നിവർത്തന്തേ എന്നാണ് വൈകുണ്ഠത്തിൻ്റെ നിർവചനം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു പോരേണ്ട ഗതികേടില്ലാത്തത് കൊണ്ട് ജനിക്കേണ്ട ദുരവസ്ഥ, ആ ദുരവസ്ഥയിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പോയത്. അപ്പോൾ തൃതീയ സ്കന്ധത്തിലെ ജയവിജയന്മാരെ ശപിക്കുന്ന ആ രംഗത്തേക്ക് പ്രവേശിക്കുന്ന
സനകാദികളെ കണ്ടുകൊണ്ട് നമുക്കൊരു പര്യടനം നടത്താം. അപ്പോൾ തൃതീയ സ്കന്ധത്തിൽ ഇത്തരത്തിൽ സനകാദികൾ വന്നതുകൊണ്ടാണ് അകത്തേക്ക് പ്രവേശിക്കാൻ ജയവിജയന്മാർ അനുവദിക്കാത്തത് കൊണ്ടാണ് അവിടെ തമ്മിൽ എന്തെന്നില്ലാത്ത ഒരലോസരം ഉണ്ടായതും അത്തരത്തിൽ ശാപഗ്രസ്തമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് കടന്ന് ഈ ജയനും വിജയനുമെല്ലാം തന്നെ താഴത്തേക്ക് അഥവാ ജനിച്ചതും അസുരന്മാരായിട്ട് ഹിരണ്യാക്ഷനായിട്ട് ഹിരണ്യകശിപുവായിട്ട് അത്തരത്തിൽ ശാപഗ്രസ്തമായതോടുകൂടി അവർ താഴത്തേക്ക് പതിച്ചു. അതോടൊപ്പം തന്നെ സനകാദികൾക്കും ഒരു ഗതികേട് സംഭവിച്ചു. അവരും തിരിച്ചു പോരേണ്ടി വന്നു. ഇവിടെ തുടങ്ങിയാണ് ഭാഗവതം. അപ്പോൾ ഈ ഭാഗവതത്തിൻ്റെ തുടർച്ച അല്ലെങ്കിൽ തുടക്കം എന്ന് പറയുന്നത് ഇത്തരത്തിൽ തൃതീയ സ്കന്ധത്തിൽ വരാഹാവതാരത്തിന് ഇടയാക്കിയ ആ സന്ദർഭമെല്ലാം തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെ താഴത്തേക്ക് പതിക്കുക എന്ന് പറഞ്ഞ് ജനിക്കുക, അതിന് കാരണമായത് വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതിരുന്നത് കൊണ്ടാണ്. അതിന് വാസ്തവത്തിൽ കാരണക്കാരെ പ്രവേശിപ്പിക്കാതിരുന്ന ജയവിജയന്മാരായതുകൊണ്ട് അവരും താഴത്തേക്ക് ഉരുണ്ടു വീണു. അത്തരത്തിൽ ജനിക്കാൻ ഇടയായി അവരും തിരിച്ചു പോന്നു സനകാദികൾ. എന്തിനാണ് ഈ സനകാദികളെന്ന് അങ്ങോട്ടേക്ക് പോയത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ജിജ്ഞാസുക്കളായിട്ടുള്ള നമ്മൾ, വളരെ ജാഗരൂകരായിട്ട് ഭാഗവതം പരിശോധിക്കുന്ന നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ 13-ാമത്തെ അധ്യായം ഏകാദശ സ്കന്ധത്തിലാണ്. അവരെന്തിനാണപ്പോൾ അങ്ങോട്ടേക്ക് പോയത്? തൻ്റെ തന്നെ അച്ഛനായിരിക്കുന്ന ബ്രഹ്മദേവനോട് ചോദിക്കുന്ന നേരത്തെ പറഞ്ഞ ചോദ്യം, എങ്ങനെയാണ് ചിത്തത്തിൽ ഈ പറയുന്ന ഗുണങ്ങൾ പ്രവേശിക്കുന്നത്, ആ ചിത്തത്തിൽ നിന്ന് ഈ ഗുണങ്ങളെല്ലാം തന്നെ എങ്ങനെ വിട്ടുപോരുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ബ്രഹ്മാവിന് ഉത്തരം പറയാൻ മുട്ടി. ഉത്തരം പറയാൻ സാധിക്കാതെ വന്ന ബ്രഹ്മാവ് അപ്പോഴും വീണ്ടും തപസ്സിലാണ്ടു, അല്ലെങ്കിൽ ധ്യാനത്തിലേക്ക് ആഴത്തിലിറങ്ങി. ആ ധ്യാനനിമഗ്നനായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ മുമ്പിലേക്കാണ് ഹംസരൂപത്തിൽ ഭഗവാൻ അവതരിച്ചു എന്ന്. അതാണ് വിഷയമെന്താ? ബ്രഹ്മാവിനെ തുണയ്ക്കാൻ അരയന്നം സത്യത്തിൽ സനകാദികളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ട് ആയ ആ ബ്രഹ്മാവച്ഛൻ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അരയന്നം എത്തിയെന്നാണ്. അപ്പോൾ ഈ അരയന്നം അഥവാ ഈ പറയുന്ന ഹംസം ബ്രഹ്മദേവനെ സഹായിക്കാനായിട്ട് വന്നു എന്നുള്ള ഈ വിഷയം കണക്കിലെടുക്കുമ്പോൾ ബ്രഹ്മാവ് വാസ്തവത്തിൽ എന്താണ് പറയേണ്ടത് എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു ഡിലമ ആ സ്റ്റേജിൽ നിന്ന് അയാളെ രക്ഷിക്കാൻ വേണ്ടി വന്നു. നാരായണനാണ് ഈ പറയുന്ന രീതിയിൽ ഹംസമായിട്ട് അവതരിച്ചത് എന്നാണ് ഈ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നാരായണ സ്വരൂപം, വിഷ്ണുവിൻ്റെ സ്വരൂപം, വൈകുണ്ഠവാസിയായിട്ടുള്ള സാക്ഷാൽ ഈശ്വര സ്വരൂപം ബ്രഹ്മം, ആ ബ്രഹ്മം എന്ന് പറയുന്ന ഭാവം അരയന്നമായിട്ട് അവതരിച്ചു എന്ന്. 2-3 കാര്യങ്ങൾ കൂടി ഇതിനെ തൊട്ട് അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ കൂട്ടിഘടിപ്പിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം വരാഹാവതാരം കഴിഞ്ഞ് നരസിംഹാവതാരം കഴിഞ്ഞ് പ്രഗത്ഭങ്ങളായിട്ടുള്ള പ്രഭാഷണങ്ങളെല്ലാം തന്നെ കേട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കൂർമാവതാരവും വാമനാവതാരവും മത്സ്യാവതാരവും കഴിഞ്ഞ് രാമന്മാരെയും കണ്ട് ശ്രീകൃഷ്ണാവതാരവും അത്തരത്തിൽ നമ്മൾ ഓരോരോ അവതാരങ്ങൾ കണ്ട് ആ കൃഷ്ണപരമാത്മാവ് ശ്രീകൃഷ്ണപരമാത്മാവ് ഉദ്ധവർക്ക് ഉപദേശം കൊടുക്കുന്ന രംഗത്താണ് ഈ കഥ അവതരിപ്പിക്കുന്നത്. അവതാരമൂർത്തിയായിട്ട് പൂർണ്ണാവതാരമായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് ശരിക്കും ഒരു ഗുരുനാഥൻ്റെ ആചാര്യൻ്റെ ഭാവം ആർജിച്ചുകൊണ്ട് ഉദ്ധവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്ഥിതിയെല്ലാം തന്നെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കുന്ന ആചാര്യനോട് വാസ്തവത്തിൽ ചോദ്യം ചോദിക്കുന്ന മട്ടിൽ അദ്ദേഹം പറയുന്ന രീതിയിൽ പണ്ട് ബ്രഹ്മാവിനോട് ചോദിച്ചു ഈ സനകാദികൾ. ബ്രഹ്മാവിന് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നപ്പോൾ എന്നെ ധ്യാനിച്ചു, ഞാനീ പറയുന്ന ഹംസരൂപത്തിൽ അവതരിച്ചു എന്ന്. ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ഹംസരൂപത്തിലല്ലാതെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിന് എന്തുകൊണ്ട് മറുപടി പറയാൻ പറ്റുന്നില്ല? അപ്പോൾ ഉദ്ധവരോട് പറയുന്നതും മറ്റ് പണ്ട് നടന്നൊരു കഥ സൂചിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഹംസത്തിൻ്റെ രൂപം നമ്മളൊന്ന് ചിന്തിക്കണം. ഹംസം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള നമ്മൾ ഒരിക്കലും ഒരു പക്ഷിയെ വരച്ചു വെച്ച് ഒരരയന്നത്തിൻ്റെ അത്തരത്തിലുള്ളൊരു വേഷം കൊടുത്തുകൊണ്ട് അതിനെ ശുഷ്കമാക്കാൻ പാടില്ല. ഹംസം എന്ന് പറയുന്നത് പുരഞ്ജനോപാഖ്യാനത്തിലെ ഹംസം എന്നുള്ള മട്ടിൽ തന്നെ എടുക്കണം. നമ്മുടെ ശരീരത്തെ കണ്ട് കൊതിപൂണ്ട് നവദ്വാരങ്ങളുള്ള ശരീരത്തിലേക്ക് പ്രവേശിച്ച ജീവഹംസം, ആ ഹംസം എന്ന് പറയുന്ന ആത്മസ്വരൂപം രൂപമില്ലാത്തത്, അരൂപമായത്, നിഷ്കളമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപം, ആ സ്വരൂപമാണ് ഇവിടെ അവതരിച്ചത്. അപ്പോൾ അവതരിച്ച ഹംസത്തിന് രൂപം ഉണ്ടോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, അവതരിക്കുന്നു ആത്മാവിനെന്താ രൂപം? ആത്മാവിന് കൈകാലുകളുണ്ടോ? ആത്മാവ് അത്തരത്തിൽ ഈ പറയുന്ന ചെവിയില്ലാതെ കേൾക്കുകയും കണ്ണില്ലാതെ കാണുകയും ചെയ്യുന്ന ഈശ്വര സ്വരൂപമാണ്. ഉപനിഷത്തെല്ലാം തന്നെ പഠിക്കുമ്പോൾ കണ്ണ് വേണ്ട കാണാൻ, ചെവി വേണ്ട കേൾക്കാൻ, അത്തരത്തിൽ യാതൊന്നുമില്ലാത്ത ഈശ്വര സ്വരൂപം, അതാണ് ആത്മസ്വരൂപം, അതാണ് ഈ ബ്രഹ്മസ്വരൂപം. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് രൂപം കൊടുക്കാൻ പറ്റുമോ? ഇവിടെയാണ് മുക്തിയുടെ ക്രമം പറയുമ്പോഴും സാരൂപ്യമുക്തി എന്ന് പറഞ്ഞുകൊണ്ടൊരു മുക്തിയെ വിശേഷിപ്പിക്കാറുണ്ട്. നമ്മൾ ഹിന്ദുക്കൾ ഒരു ഈശ്വരന് രൂപം കൽപ്പിച്ചുകൊണ്ട് ചതുർബാഹു സ്വരൂപനായിരിക്കുന്ന വിഷ്ണുവിൻ്റെ ആ വിഗ്രഹരൂപത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത് മുക്തിയല്ല.
ഏതെങ്കിലും മൂർത്തി ഭേദത്തിലേക്കോ ഭാവത്തിലേക്കോ നമ്മൾ കടന്നു വന്നാൽ അവിടെ കെട്ടുപിണഞ്ഞു കിടക്കും. നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമതിയായിട്ട് കാണുന്ന വിവേകാനന്ദൻ്റെ ഗുരുനാഥൻ ശ്രീരാമകൃഷ്ണ പരമഹംസര് അദ്ദേഹത്തിൻ്റെ ഒരു കീർത്തനത്തിൽ വെട്ടുവിൻ കാളിയെ എന്നൊരു പ്രയോഗം കാണാം. വെട്ടുവിൻ കാളിയെ, കാളിയെ ഉപാസിച്ചുകൊണ്ട് ജീവിതം തുടങ്ങിയ ഒരു മഹാനുഭാവനാണ്. എഴുത്തും വായനയൊന്നും നിശ്ചയമില്ലാതിരുന്നൊരു പൂജാരി അവിടെ നിതാന്തമായിട്ടുള്ള ഭക്തിയുടെ ഫലമായിട്ട് ഈശ്വരയുടെ ദർശനം നേടിയിട്ട് നരേന്ദ്രനെ പോലെ ഉള്ളവരെയെല്ലാം തന്നെ ഉയർത്താൻ തക്ക ശേഷി സമാർജിച്ച ഈ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് പറയുകയാണ് ഭൈരവി ബ്രാഹ്മണി, വെട്ടുവിൻ കാളിയെ, നിൻ്റെ ഉപാസനയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന കാളി സ്വരൂപം ഭദ്രകാളിയെ നീ മൂർത്തിഭാവത്തിൽ ഇങ്ങനെ ആരാധിച്ചതുകൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ആത്മവിദ്യ, ബ്രഹ്മവിദ്യ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് രൂപം ധരിച്ചിരിക്കുന്ന കാളിയെ വെട്ടാൻ, രൂപമില്ലാത്തൊരവസ്ഥയിലേക്ക് കടക്കാൻ ചിന്തിക്കുക. ഈ സെമറ്റിക് മതങ്ങളും അതുപോലുള്ള മതങ്ങളുമെല്ലാം തന്നെ അസ്തപ്രജ്ഞമായിട്ട് പോകുന്ന രംഗമാണ് ഹിന്ദുവിൻ്റെ. ഈ പ്രണവഭാവത്തിലേക്ക് നിശബ്ദമായിട്ട് മുന്നോട്ട് പോയി അവിടെ പ്രണവഭാവത്തിലും അതുപോലെ നിഷ്കളമായിരിക്കുന്ന ഭാവത്തിലും വരുന്ന ആത്മഭാവം അത് ആർജിച്ചുകൊണ്ട് മുക്തി അടയുന്ന രംഗം. അപ്പോൾ ഇവിടെയും ഭാഗവതത്തിന് ഒരു ലക്ഷ്യമുള്ളൂ. നമ്മൾ ആത്മസ്വരൂപന്മാർ എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്ത ആത്മഭാവമുള്ളവരാണ്. ആ ആത്മഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതിന് ഹംസ അവതരിച്ചു. ആത്മഭാവത്തിൽ ഗുണങ്ങൾ കയറുന്നില്ല, പ്രവേശിക്കുന്നില്ല, ഗുണങ്ങൾ ബാധിക്കുന്നില്ല. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥാത്രയങ്ങളില്ല. ചുവന്ന ബ്രഹ്മാവിൻ്റെ ഗുണമോ വെളുത്ത വിഷ്ണുവിൻ്റെ ഗുണമോ അതുപോലെ കറുത്ത രുദ്രൻ്റെ ഗുണമോ അവിടെയില്ല. അതെല്ലാം തന്നെ വാസ്തവത്തിൽ പ്രകടമാകുന്നത് അഹങ്കാരസ്വരൂപമായിട്ടുള്ള ഗുണങ്ങൾ കടന്നുകൂടുന്നത് നമ്മൾ പ്രാപഞ്ചികമായിട്ടുള്ള ദൃഷ്ടിയിലാണ്. ഇതെല്ലാം തന്നെ കൂടിക്കഴിഞ്ഞാൽ, ഇതെല്ലാം തന്നെ യോജിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന തുരീയ എന്ന് പറയുന്ന നാലാമത്തെ ഭാവമാണ്. ഓങ്കാരം എന്ന് പറയുന്ന ഭാവത്തിലേക്ക് എത്തുമ്പോൾ അത് നിർഗുണ ബ്രഹ്മത്തിൻ്റെ ബ്രഹ്മവാചകമാണ്. അവിടെ വാസ്തവത്തിൽ ശരീരമില്ലാത്തൊരവസ്ഥ. പക്ഷേ ചുവപ്പ് എന്ന് പറയുന്ന രജോഗുണ പ്രധാനിയായിട്ടുള്ള ബ്രഹ്മാവെന്ന് പറയുമ്പോൾ ചിത്രം വരയ്ക്കാം. വിഷ്ണു എന്ന് പറയുന്ന സാത്വിക പ്രധാനിയെ കാണുമ്പോൾ അയാൾക്കും ഒരു രൂപം കൽപ്പിക്കാം. അതുപോലെ മൂന്നാമത് രുദ്രൻ എന്ന് പറയുന്ന ആളെ നമ്മൾ വാസ്തവത്തിൽ മൂർത്തിഭാവത്തിൽ കാണുമ്പോൾ അയാൾക്കും രൂപം കൽപ്പിക്കാം. പക്ഷേ ഇതിനെ മൂന്നിനെയും നമ്മൾ യോജിപ്പിച്ചുകൊണ്ട് ആ എന്ന് പറയുന്ന ആ ഘടകങ്ങളെയെല്ലാം തന്നെ യോജിപ്പിച്ചുകൊണ്ട് ഓങ്കാരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ രൂപമില്ലാത്ത, ഭാവമില്ലാത്ത, നിഷ്കളമായ, ചിരസ്ഥായിയായ, സനാതനമായ ആ ആത്മഭാവത്തെ നമ്മൾ കാണുകയാണ്. ഇതാണ് വാസ്തവത്തിൽ ഹംസാവതാരം. എന്തുകൊണ്ട് ഹംസമായിട്ട് അവതരിച്ചു എന്ന് ചോദിച്ചാൽ, നാരായണൻ ചതുർബാഹു സ്വരൂപനായിട്ട് വന്നാൽ പോരായിരുന്നോ? വൈകുണ്ഠത്തിൽ അധിവസിക്കുന്നു, പാലാഴിയിൽ പള്ളി കൊള്ളുന്നു, അനന്തൻ എന്ന് പറയുന്ന മെത്തമേൽ കിടക്കുന്നു എന്ന് പറയുന്ന ആ വിഷ്ണുവിന് അങ്ങനെ തന്നെ ഇറങ്ങിപ്പോന്നാൽ പോരായിരുന്നോ? അങ്ങനെ വന്നിട്ടല്ലേ ചതുശ്ലോകി പറഞ്ഞു കൊടുത്തത്? അങ്ങനെ വന്നിട്ടല്ലേ അനുഗ്രഹിച്ചുകൊണ്ട് നിനക്ക് ഈ പറയുന്ന സൃഷ്ടികർമ്മത്തിൽ ശക്തി ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചത്? അത്തരത്തിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വിഷ്ണു എന്തിനീ ഹംസഭാവം, ഹംസരൂപം സ്വീകരിച്ചു എന്ന്. അപ്പോൾ ആദ്യത്തെ എൻ്റെ റിക്വസ്റ്റ്, ഹംസരൂപം എന്ന് പറയുമ്പോൾ ഒരു പക്ഷിയുടെ രൂപത്തിൽ വന്നു എന്ന് ചിന്തിക്കരുത്. ഇവിടെ അവസാനത്തെ ഒരു അവതാര സ്വരൂപമാണ്. ഈ അവതാര സ്വരൂപം ഹംസരൂപത്തിൽ വരുമ്പോൾ ഇതിനു മുമ്പ് എന്തെല്ലാം അവതാരങ്ങളെ പറ്റി പറഞ്ഞുവോ ആ അവതാരങ്ങളെയെല്ലാം തന്നെ ഭഗവാൻ തന്നെ നിരാകരിക്കുകയാണ്. അവതാരം എന്ന് പറയുന്ന ജനിക്കാത്ത ആത്മാവിന് എന്ത് ജന്മം? അപ്പോൾ ജനിക്കാത്തതും മരിക്കാത്തതുമായിട്ടുള്ള അജൻ എന്ന് പറയുന്ന ഭാവത്തിലുള്ള ആ സ്വരൂപത്തിന് എന്തവതാരം? അപ്പോൾ ഈ അവതരിച്ചു എന്ന് പറയുന്ന നമ്മൾ ജനിക്കുന്ന പോലെ തുലം ശുഷ്കമായിട്ടുള്ളൊരു സംഗതി അത് ആത്മാവിനില്ല, ആ ഈശ്വരനില്ല. അല്ലെങ്കിൽ അവസാനം ഈ ഹംസഭാവത്തിലേക്ക് എത്തണമെന്നുള്ളൊരു നിർദ്ദേശമാണ്. ഇതിന് അടിസ്ഥാനം എന്താണെന്നറിയാമോ? ഭാഗവതം എന്ന് പറയുന്ന പരമഹംസന്മാരുടെ സംഹിതയായതുകൊണ്ടാണ്. ആദ്യം തന്നെ നമ്മൾ കാണുന്ന പരമഹംസൻ കപിലവാസുദേവനാണ്. അദ്ദേഹം ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്ന ജ്ഞാനം ഒരു ഹംസസ്വരൂപന് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ സാധിക്കൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന ജഡഭരതനെയാണ്. അപ്പോൾ ജഡഭരതൻ എന്ന് പറയുന്ന കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ മൂന്നാമത് ജന്മം. അദ്ദേഹം നിത്യനിതാന്തമായിരിക്കുന്ന ആത്മഭാവത്തെ ആർജിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രകൃതിയൊന്നും ബാധിക്കാത്ത രീതിയിൽ അദ്ദേഹം വർത്തിക്കുന്നത് കാണുന്നില്ലേ ജഡഭരതൻ? അദ്ദേഹം പരമഹംസനാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് പ്രഹ്ലാദകുമാരനെയാണ്. എന്തെല്ലാം കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടും ഹിരണ്യകശിപു എന്ന് പറയുന്ന തൻ്റെ അച്ഛൻ തന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ടും യാതൊരു ഭാവ വ്യത്യാസവുമില്ലാതെ അദ്ദേഹം ആത്മഭാവത്തിൽ ഇങ്ങനെ നിന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ നാം പരമഹംസൻ എന്ന് പറയും. നാലാമത്തെ ദിവസം നമ്മൾ കാണുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് മറ്റൊരു പരമഹംസനാണ്. എങ്ങനെയുണ്ടായി ഈ പരമഹംസൻ? നാലാമത്തെ ദിവസം ജനിക്കുന്ന ഹൃദയത്തിലായതുകൊണ്ടാണ്. അനാഹതമെന്ന് പറയുന്ന പത്മത്തിൽ ജനിക്കുന്ന ഇദ്ദേഹം എട്ടാമത്തെ കുട്ടി എന്ന് പറയുമ്പോൾ സമാധിയുമാണ്. അപ്പോൾ ഈ സമാധി എന്ന് പറയുന്ന യമനിയമ ആസനങ്ങളിലൂടെ കടന്നു ചെന്ന് സമാധി എന്ന് പറയുന്ന എട്ടാമത്തെ യോഗ അവസ്ഥ അത് ആർജിക്കുമ്പോൾ ജനിക്കുന്ന എട്ടാമത്തെ കുട്ടി എന്ന് പറയുന്ന കണ്ണൻ അദ്ദേഹവും സമാധിഭാവത്തിൻ്റെ പ്രതീകമായതുകൊണ്ട് ആത്മസ്വരൂപനാണ്, ഹംസമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ദിവസം നമ്മൾ കണ്ടുമുട്ടുന്ന
സാക്ഷാൽ ജഗദീശ്വരിയുടെ അവതാര സ്വരൂപം എന്ന് പറയുന്ന രുക്മിണീ ദേവി, ആ രുക്മിണീ ദേവിക്ക് ഈ ലോകത്ത് മറ്റ് യാതൊന്നിനോടും പ്രതിപത്തിയില്ല. ശിശുപാലനെയും വേണ്ട, ആരെയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ ഒരു ഈശ്വരസ്വരൂപമായിരിക്കുന്ന കൃഷ്ണനെ വിട്ടിട്ട് മറ്റാരെയും ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് തൻ്റെ ഇടത്തോടുകൂടി പറഞ്ഞ് വിവാഹം ഉറപ്പിക്കുന്ന സ്വയം ഈ പറയുന്ന വരിക്കുന്ന ആ ഏറ്റവും സാത്വികരത്നം അല്ലെങ്കിൽ സാധ്യരത്നം എന്ന് പറയാവുന്ന ആ രുക്മിണീ ദേവിയാണ് അഞ്ചാമത്തെ പരമഹംസ. ആറാമത്തെ ദിവസം നമ്മൾ കടക്കുമ്പോൾ ഇപ്പോൾ ഹംസാവതാരമെല്ലാം തന്നെ വായിക്കുന്ന ആ സന്ദർഭത്തിന് മുമ്പ് നമ്മൾ കാണുന്ന 24 ഗുരുക്കന്മാരെ പ്രതിപാദിക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന യദുവിനോട്, അതായത് ഭഗവാന്റെ പൂർവികനായിരിക്കുന്ന യദുവിനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്ന സാക്ഷാൽ അവധൂതഭാവത്തിലുള്ള ദത്താത്രേയനെ കാണാം. പരമഹംസനാണ്. ഇനി ഒടുവിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ 7ാമത്തെ ദിവസം പരമഹംസനായിട്ട് ഒരാൾ മറിഞ്ഞ് സ്വശരീരത്തെ ത്യജിക്കുന്നുണ്ട്. അയാളാണ് പരീക്ഷിത്ത്. അപ്പോൾ ഈ പരീക്ഷിത്ത് എന്ന് പറയുന്ന കഥാപാത്രത്തെ പ്രായോപവേശം ചെയ്ത് ഗംഗാതീരത്തിരിക്കുന്ന അല്ലെങ്കിൽ സുന്ദരമായിരിക്കുന്ന ഭാഗവതരസം ആസ്വദിച്ചുകൊണ്ട് അവസാന ആത്മഭാവത്തെ ആർജിച്ചുകൊണ്ട് അഹം ബ്രഹ്മപരംധാമ ബ്രഹ്മാഹം പദം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശരീരത്തെ ത്യജിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു പരമഹംസൻ, അദ്ദേഹം ഒടുവിൽ പരമഹംസനായിട്ട് പരിണമിക്കുന്നു. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ ഹംസപദം നമുക്ക് കാണാം. അപ്പോൾ വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഹംസപദം ആർജിക്കാൻ വേണ്ടിയിട്ടാണ് പൂജയെല്ലാം തന്നെ പഠിക്കുമ്പോൾ ഞങ്ങൾ അട്ടകം പിടിച്ച് ജപിക്കുന്ന കൂട്ടത്തിൽ ശതധാരം ജപിച്ചുകൊണ്ട് ഗുരുവിനെ സ്മരിച്ച് ഒടുവിൽ ഈ മൂർത്തമായിരിക്കുന്ന ഭാഗത്തിലേക്ക് ഈശ്വരനെ കൊണ്ടുവരും. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പൂജ എന്ന് പറയുന്നത് മൂർത്തമായിരിക്കുന്ന ഈശ്വര സങ്കല്പത്തിൽ വന്ന് നടത്തുന്ന പൂജയാണ്. ശിവനെ തന്നെ ലിംഗത്തിലേക്കോ അല്ലെങ്കിൽ രൂപത്തിലേക്കോ ബിംബത്തിലേക്കോ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ വിഷ്ണുവിനെയും ദേവിയെയും അത്തരത്തിൽ വിഗ്രഹത്തിലേക്കോ ബിംബത്തിലേക്കോ ആവാഹിച്ചു കൊണ്ടുവന്ന് അങ്ങനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന സമ്പ്രദായം പ്രണവത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ഏതൊരു പ്രണവമാണോ ആകാശരൂപമായിട്ട് അനന്തമായത്, നമുക്കെല്ലാവർക്കും തന്നെ അപ്രാപ്യമെന്ന് തോന്നുന്ന രീതിയിൽ രൂപമില്ലാത്ത ആ ഭാവം ബൃഹത്തായത്, അതുകൊണ്ടാണല്ലോ ബ്രഹ്മം. അങ്ങനെ ബൃഹത്തായിരിക്കുന്ന സാധനത്തിൽ നിന്ന് അടർത്തിക്കൊണ്ടു പോരുന്നതാണ് ഈ പറയുന്ന വിഗ്രഹങ്ങൾ, മൂർത്തിഭേദങ്ങൾ. അങ്ങനെ മൂർത്തിഭേദങ്ങളെയെല്ലാം തന്നെ ഉപാസിക്കുന്ന നമ്മൾ ഓരോരോ മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശിവനെയും അല്ലെങ്കിൽ വിഷ്ണുവിനെയും അല്ലെങ്കിൽ ഗണപതിയെയും ഭഗവതിയെയും ഇങ്ങനെ വ്യത്യസ്ത ദേവതകളെ നമ്മൾ ആരാധിക്കുമ്പോൾ അത്തരത്തിൽ പൂജയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ മൃഗമുദ്ര പിടിച്ചുകൊണ്ട് ഹൃദയത്തിൽ തൊട്ട് ജപിക്കുന്നൊരു മന്ത്രമുണ്ട്, സോഹം. സോഹം എന്ന് പറയുന്ന മന്ത്രത്തെയാണ് അജപാ ഗായത്രി എന്ന് പറയുന്നത്. സോഹം മന്ത്രം അജപാ ഗായത്രിയാണെങ്കിൽ വിശ്വാമിത്രകൃതമായിരിക്കുന്ന മന്ത്രദ്രഷ്ടാവായിരിക്കുന്ന വിശ്വാമിത്രൻ നമുക്ക് ഇട്ട് തന്നിരിക്കുന്ന മറ്റൊരു ഗായത്രി ഉണ്ട്, ഭർഭുവസ്വരണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോയോ ന പ്രചോദയാത്. ആ ഗായത്രിയും അജപാ ഗായത്രിയും ദേവീഭാഗവതം നിങ്ങൾ പരിശോധിച്ച് കാണും എന്ന് വിശ്വസിക്കുന്നു. ദേവീഭാഗവതത്തിൽ 6ാമത്തെ സ്കന്ധത്തിൽ 11ാമത്തെ അധ്യായത്തിൽ ഒടുവിലേക്ക് കടക്കുമ്പോൾ അജപാ ഗായത്രിയും ജപിക്കുന്നുണ്ട് അന്തണർ ഒക്കെയും. അപ്പോൾ ശ്രേഷ്ഠമതികളായിട്ടുള്ള വ്യക്തികളെല്ലാവരും തന്നെ അജപാ ഗായത്രി ജപിക്കുന്നുണ്ട് നിത്യവും. അതിൻ്റെ മാഹാത്മ്യം ഓരാതെ. എന്താ കാരണം? മായാവൈഭവം, അത്ഭുതം. അപ്പോൾ ഈ മായ എന്ന് പറയുന്ന നമ്മളെ പ്രേരിപ്പിച്ചും പ്രലോഭിപ്പിച്ചും കൊണ്ടു നടക്കുന്ന അവിദ്യ എന്ന് പറയുന്ന സംസാരത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നമ്മൾ നിത്യവും നിതാന്തവുമായിട്ട് ഈ പറയുന്ന അജപാ ഗായത്രി ജപിക്കുന്നുണ്ട്. അജപാ എന്ന് പറഞ്ഞാൽ സോഹം, സോഹം എന്ന് പറഞ്ഞാൽ സഹം. ഈ അഹം എന്ന് പറഞ്ഞാൽ ഞാൻ അത് ബ്രഹ്മം തന്നെ, ഞാൻ ഈശ്വരൻ തന്നെ, ഞാൻ അത് തന്നെ. അപ്പോൾ ഞാൻ അത് തന്നെ എന്ന് പറയണമെങ്കിൽ നീ അത് തന്നെ എന്ന് കേൾക്കണ്ടേ. ഞാൻ അത് തന്നെ എന്ന് പറയണമെങ്കിൽ നീ അത് തന്നെ എന്ന് കേൾക്കണ്ടേ. തത്വമസി കേൾക്കണ്ടേ. തത്വമസ്യാദി മഹാവാക്യങ്ങളിലൂടെ കടന്നു പോകണ്ടേ. ഞാൻ ആരാണെന്ന് അറിയാനുള്ളൊരാഗ്രഹം വേണ്ടേ. അങ്ങനെ ഞാൻ ആര് എന്നിങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് തത്വമസി എന്ന് പറയുന്ന മഹാവാക്യത്തെ ഇട്ടുതരുന്നത്. ശബരിമലയിൽ ആ വരച്ചു വച്ചിരിക്കുന്ന സ്വാമി ചിന്മയാനന്ദൻ്റെ കാലത്തെ എഴുതി വച്ചിരിക്കുന്ന ആ തത്വമസിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് സോഹത്തിലേക്ക് എത്തുക. സോഹം എന്ന് പറയുന്ന ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ നീ അതാണ് എന്ന് ഗുരു പറഞ്ഞു തരുന്ന നീ അത് എന്ന് പറയുന്നതിന് മനസ്സിലാക്കണം. അല്ലാതെ ഇന്ന് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്ത് വാസ്തവത്തിൽ മലമുകളിലേക്ക് ഇങ്ങനെ ചാടിക്കയറുന്ന രീതി, ഓടിക്കയറുന്ന രീതി, യാതൊരു അനുഷ്ഠാനവുമില്ല, യാതൊരു തരത്തിലെ വ്രതങ്ങളുമില്ല, എന്തറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് നിശ്ചയവുമില്ല. അങ്ങനെ കാട് കയറുന്ന രീതിയാണ് ശരിക്കും കാട്ടിലേക്ക് പോകുന്ന രീതി. കാട് കയറുന്ന രീതിയിൽ പോയാൽ അയ്യപ്പനെയും കിട്ടില്ല, തത്വമസിയും മനസ്സിലാകില്ല. അവിടെ ഓടി ഇങ്ങനെ ഇറങ്ങിപ്പോരുന്നു, ദേ പോയി ദാ വന്നു. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ വിചിത്രമായിരിക്കുന്നൊരു കാഴ്ച പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കിതൊന്നും വേണ്ട. സോഹം എന്ന് പറയുന്നത് ജപിച്ചുകൊണ്ട് ഞാൻ അതാണ് എന്ന് പറയണമെങ്കിൽ ഗുരുക്കന്മാരുടെ മുഖത്ത് നിന്ന് ഈ മഹാവാക്യമെല്ലാം തന്നെ ശ്രവിച്ച് തത്വമസ്യാദി മഹാവാക്യങ്ങൾ എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനത്തിൽ തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന്
മുക്തിക്കുതക്കൊരുപദേശം തരും ജനനമറ്റീടും അന്ന് അവന് നാരായണായ നമ. ഹരിനാമകീർത്തനം നിങ്ങൾ വായിക്കാറുണ്ടാവും. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ. തത്വം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥവത്തായിട്ടുള്ള കാതലായിട്ടുള്ള കാര്യമെന്ന് അന്വേഷിക്കുന്ന ഒരുത്തന് തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ. ഗുരുപദാന്തേ ഭജിപ്പവന്, ഗുരുവിനെ ചെന്ന് ആശ്രയിച്ച് അതിൻ്റെ അർത്ഥതലങ്ങളെല്ലാം തന്നെ കാണാൻ അറിയാൻ കൊതിച്ചുകൊണ്ട് ചെയ്യുന്നൊരു വ്യക്തിക്ക് ആ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്ക് തക്ക ഒരു ഉപദേശം തരും, മുക്തിക്ക് പറ്റിയ ഒരു ഉപദേശം തരും. അത് തത്വമസി. അപ്പം ഈ ഭാഗവതത്തിലും വദന്തിത തത്വവിത്തത്വം യജ്ഞാനമദ്വയം എന്നെല്ലാം പറയുമ്പോഴും തത്വമസ്യാദി മഹാവാക്യങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരവസ്ഥ സൂചിപ്പിക്കുകയാണ്. അത് നീയാകുന്നു എന്ന് ഇങ്ങനെ തറപ്പിച്ച് പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും അന്വേഷിച്ച് നമ്മൾ അതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രയോഗം. തത്വമസിയിലൂടെ വേണം അഹം ബ്രഹ്മാസ്മിയിലേക്ക് എത്താൻ. പരോക്ഷമായിരിക്കുന്ന ജ്ഞാനം നമുക്ക് കിട്ടാൻ എളുപ്പമാണ്. 18 സത്രം നടത്തിയപ്പോൾ പരോക്ഷമായിട്ട് ഭാഗവത്തെ സംബന്ധിച്ച് നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി. പരോക്ഷം അത് പുസ്തകജ്ഞാനമാണ്. അങ്ങനെ പുസ്തകജ്ഞാനം കേൾവി എന്ന് പറയുന്ന പ്രസംഗിക്കുന്നത് കേട്ടിട്ട് കുറേ ഐഡിയകൾ, കുറേ ഇൻഫർമേഷൻ ബിറ്റ്സ് അതെല്ലാം തന്നെ ശേഖരിച്ചു വെച്ചുകൊണ്ട് നമ്മളിരിക്കും. അതെല്ലാം തന്നെ പരോക്ഷമായിരിക്കുന്ന ജ്ഞാനമാണ്. പ്രത്യക്ഷമായിരിക്കുന്ന ഒരു അനുഭൂതിയാണ് പിന്നാലെ വരുന്നത്. പരോക്ഷ ജ്ഞാനം കഴിഞ്ഞാൽ ഉടനെ തന്നെ വരുന്നത് അപരോക്ഷ അനുഭൂതി എന്നാണ്. അപ്പോൾ ഈ അപരോക്ഷ അനുഭൂതി ഉണ്ടാകണമെങ്കിൽ തത്വമസി എന്നുള്ളത് കേട്ട് അത് നീ എന്നിങ്ങനെ ജപിച്ച് അത് നീ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനല്ല നമ്മൾ ചെയ്യുന്നത്. അവസാനം വരെ, മരിക്കുന്ന കാലം വരെ മണിയടിച്ച് പൂജിച്ചുകൊണ്ടിരിക്കും. മരിക്കുന്നവരെ മണിയടിച്ച് പൂജിക്കരുത്. അത് ഇടക്കാലത്ത് അതിൽ നിന്ന് വിട്ടുപോന്നിട്ട് ആ പൂജയെല്ലാം തന്നെ അവസാനിപ്പിച്ച് നമ്മൾ അന്തർമുഖ സമാരാധ്യ എന്ന ലളിതയിൽ പറയുന്ന പോലെ അന്തർമുഖ സമാരാധ്യ എന്നുള്ള രീതിയിലേക്ക് വന്ന് അകത്തേക്ക് കടന്ന് നമ്മൾ ധ്യാനിച്ച് യോഗത്തിലേക്ക് കടക്കണം. അതാണ് ആവശ്യം. അപ്പോൾ തത്വമസി അത് നീ എന്ന് പറയുന്നത് നമ്മൾ അനുദിനം അതിൻ്റെ പിന്നാലെ പോയി അതെല്ലാം തന്നെ ശ്രവിച്ച് അതെല്ലാം തന്നെ മനനം ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഒടുവിൽ അത് ഞാൻ എന്നിങ്ങനെ പറയും. അതാണ് സോഹം. അപ്പോൾ അത് ഞാൻ എന്ന് പറയുന്നതാണ് സോഹം എന്ന് പറയുമ്പോൾ അത് മറിച്ചിട്ടാൽ എന്താകുമോ അതാണ് ഞാൻ. അത് മറിച്ചിട്ടാൽ എന്താ? ഹംസ. അപ്പോൾ ഹംസാവതാരത്തിലേക്ക് നമ്മൾ വന്നു. ഇനി ആ കാര്യത്തിലേക്ക് കടക്കാൻ പതുക്കെ. അപ്പോൾ ഹംസ എന്ന് പറയുന്ന പദപ്രയോഗത്തിലൂടെ സോഹം ജപിച്ചുകൊണ്ട് നമ്മൾ എത്തിച്ചേരണം. അത് ഞാനാണെന്നിങ്ങനെ ഉറപ്പുവരുത്തണം. അത് ജപിക്കുന്നുണ്ട് ഈ അനേകായിരം വ്യക്തികൾ, പക്ഷെ ആരും തന്നെ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നില്ല എന്നാണ് വേദവ്യാസകൃതിയായിട്ടുള്ള ദേവീ ഭാഗവതം 6-ാം സ്കന്ധത്തിലെ 11-ാമത്തെ അധ്യായം. ഗായത്രിയോ അതുപോലെ തന്നെ. അപ്പോൾ എല്ലാ തരത്തിലും മായയുടെ വൈഭവം കൊണ്ട് നമ്മളിതറിയുന്നില്ല. ഇനി ഹംസയോഗത്തിലേക്ക് കടക്കാം. നമ്മളെല്ലാവരും തന്നെ സോഹം സത്യത്തിൽ ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് മുകളിലേക്ക് കയറുകയും താഴത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന പ്രാണാപാനന്മാരുടെ ഗതിവിഗതികളാണ്. പ്രാണാപാനന്മാർ മുകളിലേക്കും താഴത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്ന പ്രവണത ഹൃദയത്തിൽ നിന്ന് മുകളിലേക്ക് പ്രാണനും ഹൃദയത്തിൽ നിന്ന് താഴത്തേക്ക് അപാനനുമാണ്. അങ്ങനെ പ്രാണാപാനന്മാർ അങ്ങനെ മുകളിലേക്കും താഴത്തേക്കും അവരോഹണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയ മൂലം നമ്മളിങ്ങനെ ജീവിതം കൊണ്ടു പോവുകയാണ്. അങ്ങനെയുള്ള ഈ യാത്ര, അതിലാണ് നമ്മൾ ജപിക്കുന്ന സോഹം. ഈ സോഹം എന്ന താഴത്തേക്കും മുകളിലേക്കും ആ 2 അക്ഷരങ്ങളിലൂടെ നമ്മൾ ജപം നടത്തുന്നുണ്ട്. അത് ജനിച്ചപ്പോൾ കിട്ടിയതാണ് എന്ന് ഹംസയോഗികൾ, നമ്മുടെ ഇടയിൽ ശ്രേഷ്ഠപതികളായിട്ടുള്ള യോഗികളാണ് ഹംസയോഗികൾ. ഈ ഹംസയോഗം എന്ന് പറയുന്ന കട്ടിയായിട്ടുള്ള യോഗ വിഭാഗമാണ്. പക്ഷേ നമ്മൾ അനുദിനം അത് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചാൽ നമുക്കൊരു പ്രത്യേക രീതിയിലുള്ള അനുഭൂതി ഉണ്ടാകും. നിങ്ങൾ ഈ വടകര ഭാഗത്ത് സിദ്ധന്മാർ അല്ലെങ്കിൽ സിദ്ധ വേദാന്തികൾ എന്ന് പറയുന്നൊരു കൂട്ടർ, അവർ വാസ്തവത്തിൽ ശ്രീവിദ്യാ സമ്പ്രദായക്കാർ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അവിടെ വാസ്തവത്തിൽ പരമഹംസന്മാരായിട്ട് പലരും ഉണ്ടായിരുന്നു എന്നിങ്ങനെ നമ്മൾ പുസ്തകം വായിച്ചറിയുന്നത്. അവരുടെ ഒരു രീതിയുണ്ട്. ഓം ഈം, കേട്ടോ നിങ്ങളാവോ? ഓം ഈം, ഓം എന്നിങ്ങനെ മുകളിലേക്ക് ജപിച്ച് കയറ്റും, ഈം എന്ന താഴത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ ഈം താഴത്തേക്ക്, ഓം മുകളിലേക്ക്. എവിടെ നിന്നാ? അപ്പോൾ എവിടെ നിന്നാണെന്നുള്ളൊരു അറിവ് നമുക്കുണ്ടാകണം. താഴത്തും മുകളിലും എന്ന് പറഞ്ഞാൽ പുറമേ നടന്ന് ഇങ്ങനെ കളിക്കുന്ന സർക്കസ് ആകരുത്. ആ സർക്കസ് വിട്ടിട്ട് അകത്തേക്ക് കടന്ന് അകത്ത് താഴത്തേക്ക് പോയിട്ട് അവിടുന്ന് മുകളിലേക്ക് കയറുമ്പോൾ ഓം, അവിടുന്ന് താഴത്തേക്ക് വരുമ്പോൾ ഈ ജപമാണ് വാസ്തവത്തിൽ സോഹം 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 സിദ്ധവേദക്കാർ. അപ്പോൾ ഈ സിദ്ധവേദക്കാരുടെ ഈ ഓം ഈം എന്നുള്ള ഈ ജപത്തിലൂടെ സാധിക്കുന്നത് എന്താ? ശരീരാന്തർഗതമായിട്ടൊഴുകുന്ന പ്രാണാപാനന്മാരെ ഒരു പ്രത്യേക രീതിയിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഹംസഭാവത്തിലേക്ക് എത്തുകയാണ്. ദേവീ ഭാഗവതത്തിലും ശിവപുരാണത്തിലും ശിവൻ എന്ന് പറയുന്ന ബ്രഹ്മതത്വം ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ഇടയ്ക്കിങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അടിക്കു പന്നി പോയി, മുടിക്കൊരന്നവും പറന്നു, അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എന്നൊരു കീർത്തനത്തിൽ കാണുന്നുണ്ട്. അടിക്കു പന്നി പോയി എന്ന് പറഞ്ഞാൽ വിഷ്ണു പന്നിയുടെ രൂപത്തിൽ താഴത്തേക്ക് പോയി.
മുടിക്കൊരന്നവും പറന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ തൻ്റെ വാഹനമായിരിക്കുന്ന ഹംസത്തിൻ്റെ രൂപത്തിൽ മുകളിലേക്ക് പോയി. ബ്രഹ്മദേവൻ മുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് കൈതപ്പൂവിനെ കണ്ടു. കൈതപ്പൂവിനോട് ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത്? ഉടനെ കൈതപ്പൂ പറഞ്ഞു, ശിവൻ്റെ മൗലിയിൽ നിന്നാണ് വരുന്നത്. എന്നാൽ ഒരു ഉപകാരം ചെയ്യാമോ, ഞാനും നിൻ്റെ കൂടെ അത് കണ്ടു എന്ന് പറയാമോ? അങ്ങനെ ഒരു കള്ളസാക്ഷി. ആദ്യകാലഘട്ടത്തിൽ ബ്രഹ്മദേവൻ്റെ 5 തലകളിൽ ഒന്ന് ഇങ്ങനെ നുള്ളിക്കളയാനിടയായ ആ കള്ളസാക്ഷി കൈതപ്പൂവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ശിവൻ്റെ മൗലി കണ്ടു എന്നിങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ച കഥ. അത്തരത്തിലാണ് ഹംസത്തിൻ്റെ ഭാവത്തിൽ മുകളിലേക്ക് പോയി കണ്ടില്ല, കാണാതെ കണ്ടു എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ വിഷ്ണു ഈ വരാഹത്തിൻ്റെ പന്നിയുടെ രൂപത്തിൽ താഴത്തേക്ക് പോയിട്ട് അധിക നാളി മണ്ണം മാന്തി താഴത്തേക്ക് ആ പന്നി പോയതല്ലാതെ അതിൻ്റെ അറ്റം കാണാൻ സാധിക്കാതെ തിരിച്ചു പോകുന്നു. സത്യസന്ധനായ ആ വിഷ്ണു പറഞ്ഞു, എനിക്ക് അടിത്തട്ട് കാണാൻ സാധിച്ചില്ല. അപ്പോൾ രണ്ടുപേരും തിരിച്ച് എവിടെ നിന്നാണോ ഈ പ്രയാണം തുടങ്ങിയത് അവിടെ വന്നു നിന്നു. ഒന്നുകൂടി നിങ്ങൾ ചിന്തിച്ചാൽ എളുപ്പം കിട്ടും. ഹൃദയത്തിൽ നിന്ന് മുകളിലേക്ക് പോയതാണ് ഹംസരൂപത്തിലുള്ള ബ്രഹ്മാവ്, അതായത് പ്രാണൻ. ആ ഹൃദയത്തിൽ നിന്ന് താഴത്തേക്ക് പന്നിയുടെ രൂപത്തിൽ വിഷ്ണു പോയി എന്ന് പറയുമ്പോൾ അപാനൻ. ഈ അപാനൻ എന്ന് പറയുന്ന താഴത്തേക്കും പ്രാണൻ മുകളിലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നിത്യമായിട്ടുള്ള ഒരു സംഭവം, ശരീരത്തിൽ സംഭവിക്കുന്നൊരു പ്രക്രിയ. അപ്പോൾ അതിനകത്ത് ഈ ദേവതത്വങ്ങളെ ബ്രഹ്മാവെന്നും വിഷ്ണു എന്നും പറഞ്ഞ്, വിഷ്ണുവിൻ്റെ പന്നി വേഷം നമുക്കറിയാം, അദ്ദേഹം പ്രധാനപ്പെട്ടൊരു വേഷം കെട്ടിയതാണ്. അത്തരത്തിൽ പന്നിയുടെ വേഷം കെട്ടി താന്ന സ്ഥലത്തേക്ക് അഗാധമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് പോയിട്ട്, അതായത് അപാനൻ ഇത്തരത്തിൽ താഴത്തേക്ക് പോയിട്ട് പിടികിട്ടിയില്ല ഈശ്വരനെ. ബ്രഹ്മാവ് മുകളിലേക്ക് പക്ഷിയുടെ രൂപത്തിൽ പോയിട്ട് അയാൾക്കും പിടികിട്ടിയില്ല. പിടികിട്ടാത്ത ഈ 2 രൂപങ്ങൾ, പ്രാണാപാനങ്ങൾ, അത് രണ്ടും വാസ്തവത്തിൽ ഹൃദയത്തിൽ വന്ന് അങ്ങനെ നിലച്ചു നിന്നു. അതാണ് വാസ്തവത്തിൽ സമാധ്യാവസ്ഥ. അപ്പോൾ ഈ സമാധി എന്നോ സമതുലിതാവസ്ഥ എന്നോ അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിരിക്കുന്നൊരവസ്ഥ, അത് സാധിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന എന്താ? ഈശ്വര ദർശനം. അപ്പോൾ ഈശ്വരനെ മനസ്സിലാക്കാൻ എന്ത് വേണം? താഴത്തേക്ക് പോകുന്ന അപാനെ പിടിച്ചു വലിച്ച് ഹൃദയഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തണം, താൻ അവിടെ നിൽക്കുക എന്ന് പറയണം. മുകളിലേക്ക് പോകുന്ന പ്രാണനെയോ അതുപോലെ താഴത്തേക്ക് കൊണ്ടുവന്ന് ആ സ്ഥാനത്ത് തന്നെ, ഒരേ സ്ഥാനത്ത് തന്നെ നിർത്തണം. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് വാസ്തവത്തിൽ ഞാൻ എന്ത് എന്ന് മനസ്സിലാകും, എൻ്റെ ഉള്ളിലെന്ത് എന്ന് മനസ്സിലാകും. ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി എന്ന് പറയുന്ന ഈശ്വരഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് വാസ്തവത്തിൽ സോഹം എന്ന് പറയുന്ന ഹംസയോഗികളുടെ ഒരു പ്രത്യേക സവിശേഷമായിരിക്കുന്ന ധാരണ, ധ്യാന, യോഗ അവസ്ഥകൾ. അപ്പോൾ ഇതെല്ലാം തന്നെ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആത്മഭാവം പ്രകടമാകുമെന്ന്. ഈ ആത്മഭാവത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥാഗോളങ്ങളെല്ലാം. അപ്പോൾ ഹംസമായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളും പറയുന്ന ഞാനും ആത്മഭാവമാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് ഭാഗവത്തിൽ അവിടെ ഇവിടെയും കപിലൻ പറയുന്ന ഗീതയിലും അതുപോലെ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശത്തിലും എല്ലാം തന്നെ വ്യക്തമാണ്. അപ്പോൾ ഇവിടെ സത്യസന്ധമായിട്ട് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ആത്മാവല്ലാതെ മറ്റ് യാതൊന്നും ഇവിടെയില്ല. ആത്മാവല്ലാതെ അതാണ് അഹം. അഹം ഏവാസമേവാഗ്രേ നന്യത്യ സദസത്പരമെന്ന് തുടങ്ങുന്ന ആ ചതുശ്ലോകിയിലും പറയുന്ന ഞാൻ മാത്രമാണ് അവശേഷിക്കുന്നത്, ഞാൻ മാത്രമാണ് സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടിക്ക് ശേഷവും എപ്പോഴുമുള്ളത്. ആ ഞാനാരാ? ആത്മഭാവം. നിങ്ങളും സ്വയം പറയേണ്ടത് എന്താ? ഞാൻ ശരീരമല്ല. ഞാൻ ശരീരമല്ല എന്ന് പറയുമ്പോഴേ ഭാഗവതം പഠിച്ചു ഗ്രഹിച്ചു എന്നുള്ള മട്ടിലേക്ക് വരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ശരീരമല്ല എങ്കിൽ പിന്നെ ഞാൻ ആരാണ്? ഞാൻ ആത്മാവാണ്. അപ്പോൾ ഞാൻ ആത്മഭാവത്തിൽ വർത്തിക്കുന്നവനാണ്, എനിക്ക് മരണമില്ല. ഒടുവിൽ പരീക്ഷിത്തും എനിക്ക് മരണമില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ കുത്തിയിരിക്കുന്നത്. അങ്ങനെ മരണമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്ന ശരീരമല്ല, ആത്മാവാണ്. ആ ആത്മഭാവത്തെയാണ് ഇവിടെ ഹംസമായിട്ട് പറയുന്നത്. ഏതായാലും ഇവർ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ ബ്രഹ്മാവിന് സാധ്യമായില്ല. എന്തേ കാരണം? നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കഥയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഈ ബ്രഹ്മാവാണ് ഹംസരൂപത്തെ സ്വീകരിച്ച് മുകളിലേക്ക് പോയിട്ട് ഇടയ്ക്ക് വെച്ചൊരു കള്ളസാക്ഷിയെ കൂട്ടുപിടിച്ച് തിരിച്ചു പോരേണ്ടി വന്നു. ബ്രഹ്മാവിന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ? ഭാഗവതം പറഞ്ഞു പഠിപ്പിക്കുന്നത് രജോ ഗുണിയായിട്ടുള്ളൊരു വ്യക്തിക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി വിഷ്ണുവിന് സാധ്യമല്ല. കാരണം അയാൾ സാത്വിക പ്രധാനിയാണ്, വെളുത്ത ഗുണത്തിൻ്റെ ഉടമയാണ്. ഗുണങ്ങൾ ഉള്ളിടത്തോളം കാലം വാസ്തവത്തിൽ ഇത് മനസ്സിലാകില്ല. ഗുണങ്ങൾ ഇല്ലാത്തിടത്തോളം കാലമേ ഇത് പിടികിട്ടു. ഗുണങ്ങളില്ലാത്ത ആത്മാവിനെ മനസ്സിലാക്കാൻ ഗുണമുള്ളവർക്ക് സാധ്യമല്ല എന്ന് കേട്ടോവോ? നിങ്ങൾ ധരിച്ചോവോ? ഇത്തരത്തിൽ ഗുണത്തെപ്പറ്റി പറയുമ്പോഴാണ് ഈ ത്രിഗുണങ്ങളെല്ലാം തന്നെ ദോഷമാണ്. ഈ ത്രിഗുണങ്ങളെ കൊണ്ട് ജനിച്ച ആ ത്രിമൂർത്തികളെന്ന് പറയുന്ന ബ്രഹ്മ വിഷ്ണു രുദ്രന്മാർ അവരനുഭവിക്കുന്നവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ദോഷകരമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ പ്രക്രിയകളോ പ്രതിഭാസങ്ങളോ ആണ്. അതല്ല സത്യം. അപ്പോൾ ഇതിൽ നിന്ന് വ്യതിരിക്തമായിട്ട് ഇതൊന്നും അല്ലാത്തൊരു അവസ്ഥയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആത്മഭാവം മാത്രം നമ്മൾ കാണുന്നു. അത്തരത്തിലുള്ള ആത്മഭാവത്തിലേക്ക് നമ്മൾ എത്തണം. ഇനി 2-3 കാര്യങ്ങൾ കൂടി. ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സനകാദികൾ വൈകുണ്ഠത്തിലേക്ക് പോയത്. ഇവർക്ക് എന്നും ഉള്ളൊരു സംശയമാണ്. എന്താ സംശയം? ആത്മഭാവത്തിൽ എങ്ങനെയാണ് ഗുണങ്ങൾ കടന്നു കയറി അത് ഈ പറയുന്ന രീതിയിൽ വികലമാകുന്നത്?
അല്ലെങ്കിൽ പ്രാകൃതമാകുന്നത്, പ്രാകൃത ഭാവത്തിലേക്ക് ഈ ആത്മഭാവം കടന്നു വരാൻ കാരണക്കാരായിട്ടുള്ള ഗുണങ്ങൾ അതെങ്ങനെ പ്രവേശിക്കുന്നു, ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവിനോട് നേരിട്ട് ചോദിക്കാമെന്ന് കരുതിപ്പോയതാണ്. ഇത് നമ്മൾ ഘടിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. തൃതീയ സ്കന്ധത്തിൽ സനകാദികൾ എന്തിനു വേണ്ടിയിട്ട് വൈകുണ്ഠത്തിലേക്ക് പോയി? ചോദ്യം വളരെ പ്രസക്തമാണ്. വളരെ വളരെ ശ്രേഷ്ഠമതികളായിട്ടുള്ള ഭാഗവത ആചാര്യന്മാർ ധ്യാനിച്ചും അത്തരത്തിൽ യോഗാവസ്ഥയെ പ്രാപിച്ചും കണ്ടുപിടിച്ചിട്ടുള്ള മറുപടിയാണ്. എന്തിനാണപ്പോൾ അവർ സനകാദികൾ ഹരിയോം സദാ ശരണം പ്രാപിച്ചിട്ടുള്ള ഹരിശരണം പ്രാപിച്ചിട്ടുള്ള ഇവർ ഒരിക്കലും 5 വയസ്സിനേക്കാൾ കൂടാത്ത, അതൊന്നും ഏറാത്ത രീതിയിൽ വർത്തിക്കുന്ന ഈ നിത്യകുമാരന്മാർ അവർ എന്തിനാ ബ്രഹ്മസ്വരൂപികളാണ് അവർ? പിന്നെ എന്തിനാണപ്പോൾ ഈ വൈകുണ്ഠത്തിലേക്ക് പോയത്? അവർക്ക് ഈ സംശയം ഒന്ന് ദൂരീകരിച്ച് കിട്ടണം. ബ്രഹ്മദേവന് മറുപടി പറയാൻ പറ്റാത്ത ഒന്നാണെന്ന് അവർക്കറിയാം. ബ്രഹ്മാവ് ഈ സൃഷ്ടികർമ്മത്തിൽ വ്യാപൃതനായതുകൊണ്ട്, രജോഗുണ പ്രധാനിയായതുകൊണ്ട് ആത്മഭാവത്തെ വ്യക്തമായിട്ടും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല എന്ന് ഈ പറയുന്ന സനകാദികൾക്കറിയാം. അതുകൊണ്ട് അത് ആരാഞ്ഞറിയുന്നതിന് വേണ്ടി പതുക്കെ വൈകുണ്ഠത്തിലേക്ക് എന്നതാണ്. പക്ഷേ വാതുക്കൽ വച്ച് തടഞ്ഞു നിർത്തി അവർ തിരിച്ചു പോന്നു. അങ്ങനെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ, ചോദ്യം ചോദിക്കാൻ പറ്റാതെ തിരിച്ചു പോന്ന അവരാണ് ഈ ബ്രഹ്മാവിനോട് ചോദിച്ചത്. ബ്രഹ്മാവിനോട് ചോദിച്ചപ്പോൾ മറുപടി പറയാൻ പറ്റാതെ ആ ബ്രഹ്മാവ് എന്നെ ധ്യാനിച്ചു. എന്നെ എന്ന് പറയുമ്പോൾ ആ ഈശ്വരസ്വരൂപനായിരിക്കുന്ന ആ വിഷ്ണുവിനെ ധ്യാനിച്ചപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ അന്നമായിട്ട് ബ്രഹ്മാവിനെ തുണയ്ക്കാൻ അരയന്നം എത്തിയതപ്പോഴാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഇവിടെ ബ്രഹ്മാവിന് ഉത്തരം പറയാത്ത ഉത്തരം വാസ്തവത്തിൽ പറയാനുള്ള അർഹത, യോഗ്യത ഈ വിഷ്ണുവിനാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസ്. ഇനി 2-3 കാര്യങ്ങൾ കൂടി. ഈ പറയുന്ന 13-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വളരെ പ്രകടമായിരിക്കുന്ന ഒരു സംഗതി, അതിൽ നമ്മൾ കാണുന്നത് 4-ാമത്തെ ശ്ലോകം. ഈ പറയുന്ന ഏകാദശ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകം വളരെ പ്രസക്തമാണ്. ഇവിടെ ബ്രാഹ്മണൻ്റേതായിട്ടുള്ളൊരു കഥ പറയുന്നുണ്ട്. ബ്രാഹ്മണൻ്റെ ദശഗുണങ്ങൾ: ആഗമോപ പ്രജാദേശ കാല കർമ്മജ ജന്മജ ധ്യാനം മന്ത്രോധ സംസ്കാരോ ദിശൈതേ ഗുണഹേതവ. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇതിനു മുമ്പ് ദശമസ്കന്ധത്തിലൊരു ബ്രാഹ്മണന് കുട്ടികളുണ്ടാകുന്നതെല്ലാം തന്നെ ചാപിള്ളമാർ, ചത്തുപിറക്കുന്ന കുട്ടികൾ 9 എണ്ണമായി. ആ 9-ാമത്തെ കുട്ടി ഇങ്ങനെ ചത്ത് കിടക്കുന്ന അവസ്ഥയിലാണ്. ദ്വാരകാവതിയായിട്ടുള്ള ഭഗവാന്റെ ആ സങ്കേതത്തിൽ കൊണ്ടുവന്ന് മാറത്തടിച്ച് നിലവിളിക്കുന്ന ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണനെ കണ്ടിട്ടാണ് മധ്യമപാണ്ഡവനായിരിക്കുന്ന അർജുനൻ അടുത്ത കാര്യം ഏറ്റു എന്ന് പറയുന്നത്. 10-ാമത്തെ കുട്ടി ജനിച്ചത് പക്ഷെ ശരീരമില്ലാതെയാണ്. 10 കുട്ടികളാണ് ബ്രാഹ്മണന്. ഭഗവാന് 16,100-ൽ പരം ഭാര്യമാരെന്ന് പറയുമ്പോൾ ഓരോരുത്തരിലും 10 കുട്ടികളെ ജനിപ്പിച്ചു എന്നാണ് ഭാഗവതം. അപ്പോൾ ഈ 10 എന്ന് പറയുന്നത് സാത്വികത എന്ന് പറയുന്നതിൻ്റെ ഗുണങ്ങളാണ്, സാത്വികതയുടെ ഗുണങ്ങൾ. അപ്പോൾ ഗുണത്തിന് ഹേതുവായത്, അപ്പോൾ സാത്വികത എന്ന് പറയുന്ന വെളുത്ത ഗുണത്തിന് ഹേതുവായിട്ട് 10 കൂട്ടം കാര്യങ്ങളുണ്ട്. ആഗമം, നിഗമത്തിൽ നിന്ന് ഉത്ഭവിച്ചത്, ആപ ജലം, പിന്നെ പ്രജ, ദേശം, കാലം, കർമ്മം, ജന്മം, ധ്യാനം, മന്ത്രം, സംസ്കാരം. അപ്പോൾ ഇത്തരത്തിൽ 10 കൂട്ടം കാര്യങ്ങളെ കൊണ്ടാണ് ബ്രാഹ്മണനാകുന്നത്. സാത്വികത എന്ന് പറയുന്ന ഗുണത്തിന് ഹേതുക്കളായിട്ടുള്ള ഈ 10 കൂട്ടം കാര്യങ്ങളാണ് അദ്ദേഹത്തെ ബ്രാഹ്മണനാക്കി തീർക്കുന്നത്. ഈ 10 കൂട്ടം കാര്യങ്ങളാണ് മരിച്ചുപോയത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ വളരെയേറെ പ്രസക്തമായിരിക്കുന്ന സന്താനഗോപാലൻ കഥയിൽ സന്താനങ്ങൾ ഓരോന്നോരോന്നായിട്ട് മരിച്ച് അവസാനം ശരീരം പോലുമില്ലാത്ത 10-ാമത്തെ കുട്ടി ജനിക്കുകയും ചെയ്തപ്പോൾ ആ കുട്ടികളെ വീണ്ടെടുക്കാനായിട്ട് നരനും നാരായണനും യോജിച്ചുവെന്നാണ്. നരനും നാരായണനും എന്ന് പറയുമ്പോൾ വിസർഗമാണ്. കൃഷ്ണശബ്ദത്തെ ഗർഗൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ആ 2 കുത്ത് എന്ന് പറയുന്ന ആ വിസർഗം നരനാരായണന്മാരാണെന്ന് പറയും. കൃഷ്ണ എന്ന് പറയുന്ന ശബ്ദത്തിലെ 2 കുത്തുകൾ വിസർഗ, അത് നരനും നാരായണനുമാണ്. നരൻ ജനിച്ചാൽ കൂടെ നാരായണനുണ്ട്, നാരായണൻ്റെ കൂടെ നരനുണ്ട്. ആ നരനാരായണൻ സങ്കല്പമാണ് അർജുനനും കൃഷ്ണനും. അവർ 2 പേരും കൂടി ഇങ്ങനെ വേർപെട്ട് നിൽക്കുമ്പോഴാണ് ബ്രാഹ്മണൻ്റെ കഥ. ആ ബ്രാഹ്മണൻ്റെ 10-ാമത്തെ കുട്ടിയെ രക്ഷിച്ചു കൊടുക്കാമെന്ന് പറയുന്നത് സാധിക്കാതെ വരുമ്പോൾ അവർ 2 പേരും കൂടി വീണ്ടും കൂടിച്ചേരുന്നുണ്ട്. അങ്ങനെ ചേർന്നപ്പോഴാണ് അവർക്ക് എങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചു? വൈകുണ്ഠത്തിലേക്ക്. ഭാഗവതം കഥകളെല്ലാം തന്നെ തുടങ്ങുന്ന വൈകുണ്ഠത്തിൽ നിന്ന്, ആ വൈകുണ്ഠത്തിലെ ജയവിജയന്മാരിൽ നിന്ന്, വൈകുണ്ഠത്തിലേക്ക് പോകാൻ തയ്യാറായിട്ട് വന്ന സനകാദികളിൽ നിന്ന്. തൃതീയ സ്കന്ധം മറക്കാതിരിക്കുക. അങ്ങനെ വൈകുണ്ഠത്തിൽ നിന്ന് യാത്ര തുടങ്ങിയതാണ്. ആ യാത്ര ഇങ്ങനെ തുടർന്നു പോയി വൈകുണ്ഠത്തിൽ ചെന്ന് അവസാനിക്കണം. ദശമസ്കന്ധത്തിൽ നരനാരായണന്മാരായിട്ടുള്ള കൃഷ്ണാർജുനന്മാർ ഈ കുട്ടികളെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്ന രംഗം നിങ്ങൾ ഒരുപക്ഷെ ദശമസ്കന്ധം സന്താനഗോപാലൻ കഥ വരുന്ന ആ ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സപ്തദ്വീപാൻ സപ്തസിന്ധൂൻ സപ്ത ഗിരീനഥ അതേ രീതിയിൽ സപ്തം 7 എന്ന് പറഞ്ഞുകൊണ്ട് ലോകാലോകം തഥാ ആദിത്യ വിവേശ സുമഹത്തമ. അപ്പോൾ എല്ലാ തരത്തിലും സപ്തദ്വീപുകളെയും
സപ്ത ഈ പറയുന്ന സിന്ധുക്കളെയും സമുദ്രങ്ങളെയും അങ്ങനെ സപ്തമായിട്ട് 7ആയിട്ട് കിടക്കുന്ന എല്ലാത്തിനെയും തരണം ചെയ്ത് ലോകാലോകം എന്ന് പറയുന്ന ലോകത്തെയും അതുപോലെ അലോകം എന്ന് പറയുന്ന സെലസ്റ്റിയൽ വേൾഡ് അതും തമ്മിൽ വേർതിരിക്കുന്ന ആ ലോകാലോക പർവ്വതത്തെയും അധികരിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്തു കൊണ്ടുപോയി എന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും, ഈ നരനാരായണന്മാർ രണ്ടുപേരും ഒരു രഥത്തിൽ കയറി പടിഞ്ഞാട്ട് പോയി എന്നാണ് സന്താനഗോപാലൻ കഥ. അങ്ങനെ പടിഞ്ഞാട്ട് പോയി സപ്തദ്വീപുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഈ പറയുന്ന ഉപ്പുരസം മുറ്റി നിൽക്കുന്ന ലവണജലനിധി എന്ന് പറയുന്ന അത്തരത്തിലുള്ള സമുദ്രവും അതിനെ തുടർന്നുള്ള ദ്വീപും, അതിനെ തുടർന്ന് ഈ പറയുന്ന കരിമ്പിൻ്റെ നീരും പിന്നെ മദ്യത്തിൻ്റെ രസവും പിന്നെ നെയ്യും പിന്നെ പാലും തൈരും എല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന നദികളും സമുദ്രങ്ങളും അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള ദ്വീപുകളും അതെല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ട് പുഷ്കരം എന്ന് പറയുന്ന അതിശുദ്ധമായിരിക്കുന്ന ജലാശയവും ആ പുഷ്കര ദ്വീപ് എന്ന് പറയുന്ന 7ാമത്തെ ദ്വീപും അവിടെ ചെന്നു. അതും കഴിഞ്ഞു, 7ഉം കഴിഞ്ഞു. അങ്ങനെ 7ഉം കഴിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോഴാണ് കൂനാങ്കൂനിരുട്ട്. അതിനെയെല്ലാം തന്നെ അധികരിച്ചുകൊണ്ട് അതിനെ എല്ലാം തന്നെ മറികടന്നുകൊണ്ട് അവർ വൈകുണ്ഠത്തിലേക്ക് എത്തിയെന്നാണ്. അപ്പോൾ വൈകുണ്ഠത്തിൻ്റെ ആ നിർവചനം മറന്നു പോകരുത്. യദ്ഗത്വാ ന നിവർത്തന്തേ, അവിടെ ചെന്നാൽ തിരിച്ചു വരേണ്ടതില്ല. ഈ നരനാരായണന്മാരുടെ സംയോഗം കൊണ്ട് അവർ തമ്മിലിങ്ങനെ യോജിച്ചത് കൊണ്ട് അവർക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള അവകാശം കിട്ടി, യോഗ്യത കിട്ടി. പക്ഷേ അവർ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? ഈ ബ്രാഹ്മണൻ്റെ കുട്ടികളെയും പറക്കിക്കൊണ്ട് തിരിച്ചു പോന്നു. നോക്കണേ പ്രാരബ്ധം. നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തി, തിരിച്ചു പോരേണ്ട ഗതികേടില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഒരിക്കലും തിരിച്ചു വരേണ്ട ഒരവസ്ഥയില്ലാത്ത യദ്ഗത്വാന നിവർത്തന്തേ എന്ന് പറയുന്ന വൈകുണ്ഠത്തിലേക്ക് എത്തി. പക്ഷേ നമ്മുടെ പ്രാരബ്ധം എന്ന് പറയാൻ കുട്ടികളെയും പിടിച്ചുകൊണ്ട് നാരായണനും നരനും കൂടി ആ 10 കുട്ടികളെയും എടുത്തുകൊണ്ട് താഴത്തേക്ക് വന്നു. ഇതെല്ലാം തന്നെ ഘടിപ്പിക്കേണ്ട ജീവനുമായിട്ടാണ്. അവിടെ സന്താനഗോപാല ബ്രാഹ്മണൻ്റെ 10 ഗുണങ്ങൾ, അതായത് സാത്വികതയുടെ 10 ഗുണഹേതുക്കൾ അത് നശിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് വൈകുണ്ഠത്തിൽ ചെല്ലാനുള്ള യോഗ്യതയായി എലിജിബിലിറ്റി. എങ്ങനെയാണ് എലിജിബിളാകുന്നത്? രാജസഗുണം എലിജിബിലിറ്റിയെ തടസ്സമാണ്. താമസഗുണവും ഇരുട്ട് കറുപ്പ് എന്ന് പറയുന്നത് യോഗ്യതയല്ല, അതൊക്കെ അപകടങ്ങളാണ്, തടസ്സങ്ങളാണ്. പക്ഷേ സാത്വികത അതും വാസ്തവത്തിൽ തടസ്സമാണ്. ഗുണങ്ങളെല്ലാം തടസ്സമാണെന്ന് വന്നില്ലേ? ഈ ഗുണങ്ങൾ ആത്മാവിൽ ബാധിച്ചു കഴിഞ്ഞാൽ ആത്മാവ് വികലമാകുന്നുള്ളതിന് പിന്നെ സംശയിക്കേണ്ടതുണ്ടോ? അപ്പോൾ അത്തരത്തിൽ ഈ ഗുണങ്ങളിൽ സാത്വികം എന്ന് പറയുന്ന നല്ല ഗുണമെന്ന് പറയുന്നത് അവിടെയും 10 കൂട്ടം കാര്യങ്ങളാണ് ഗുണത്തിന് ഹേതുവായിട്ടുള്ളത്. അത് 10 കുട്ടികളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ബ്രാഹ്മണൻ്റെ 10 കുട്ടികളില്ലാതെയാകുകയാണ്. അതോടുകൂടി ഈ ജീവൻ എന്ന് പറയുന്ന ബ്രാഹ്മണ ജീവൻ, ആ ബ്രാഹ്മണൻ്റെ ജീവൻ എന്ന് പറയുന്ന ഹംസഭാവം അയാൾക്ക് പരമഹംസം എന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകാൻ യോഗ്യത കിട്ടിയെന്ന്. നരനാരായണ സമാഗമം കഥയായിട്ടും കഥാപാത്രങ്ങളായിട്ടും നമ്മൾ കാണാതെ ആ കഥയിലും കഥാപാത്രങ്ങളിലുള്ള കാര്യം, അത് നമ്മൾ ഗഹനമായിട്ടുള്ള കാര്യം അത് ഗ്രഹിക്കാനായിട്ട് തുനിഞ്ഞാൽ ഇവിടെ ജീവനാണ് ഈ പറയുന്ന ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണനാണ് ഇവിടെ കഷ്ടപ്പെടുന്നത്. സാത്വികതയും പറഞ്ഞ് ആ വെളുത്ത ഗുണമെല്ലാം തന്നെ ഇല്ലാതെയായാൽ ഗുണങ്ങൾക്കതീതമായി, ഗുണാതീതം എന്ന് പറയുമ്പോൾ തുരീയയായി, രാജസമില്ല, സാത്വികമില്ല, താമസവും ഇല്ല. അത്തരത്തിൽ 3 ഗുണങ്ങൾക്ക് അതീതമായിട്ടുള്ള വൈഷ്ണവ കലകളെല്ലാം തന്നെ മുറ്റിയേൽക്കുന്ന സാക്ഷാൽ ഈശ്വര സ്വരൂപമായിരിക്കുന്ന വിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിലേക്ക് എത്താൻ പറ്റിയെന്ന്. ഇതാണ് ആവേശിക്കുകയും പ്രവേശിക്കുകയും വിടുതൽ കിട്ടുകയും അല്ലെങ്കിൽ അതിൽ നിന്ന് വിയോഗാവസ്ഥയെ പ്രാപിക്കുകയും യോഗാവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യുന്ന രംഗം. അപ്പോൾ എല്ലാ തരത്തിലും ത്രിഗുണങ്ങൾ നമ്മളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ആവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ കിടക്കും. ആ ത്രിഗുണങ്ങളിൽ സാത്വികം നല്ലതാണ് എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ 10 ആ ഗുണഹേതുക്കൾ അവയെല്ലാം തന്നെ ഇല്ലാതെയായാൽ നമുക്ക് വൈകുണ്ഠത്തിൽ ചെല്ലാം എന്ന്. അപ്പോൾ അവിടെ ഏത് ഭാവമാണ് പ്രകടമാകുന്നത്? ആത്മഭാവം. അപ്പോൾ ഈ ഭാഗവതം ഇങ്ങനെ 18 കൊല്ലം വാസ്തവത്തിൽ ഞാൻ മെരുങ്ങി പോകുന്നതെല്ലാം തന്നെ ഈ സത്രങ്ങൾ കൊണ്ടാണ്. ആദ്യത്തെ കൊല്ലം വരുമ്പോൾ ഈ പറഞ്ഞ തത്വസമീക്ഷ, ആ സത്രത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് ഗ്രഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓരോ വർഷവും അതെല്ലാം തന്നെ ആരാഞ്ഞറിഞ്ഞ് ധ്യാനനിഷ്ഠമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ശക്തമായിരിക്കുന്ന ഭാവം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും തത്വാധിഷ്ഠിതമായിട്ടും ആ തത്വസമീക്ഷാ സത്രം എന്ന് പറയുന്ന ഈ സത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ഭാഗവതത്തിലെ ഓരോരോ കഥാഗോളങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഹംസഭാവത്തിലേക്ക് വരുന്നുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ശരീരമെല്ലാം തന്നെ നിശ്ചേഷ്ടമാകട്ടെ, ശാപമല്ല, ശപിച്ചതല്ല, നിശ്ചേഷ്ടമാകട്ടെ എന്ന്. നിശ്ചേഷ്ടമാകട്ടെ, അനങ്ങാതെയാകട്ടെ, അനങ്ങാ പാറ പോലെയാകട്ടെ. അവശേഷിച്ചിരിക്കുന്ന ഒരു സംഗതിയുണ്ട്, ആത്മഭാവം. അപ്പോൾ നമ്മൾ ചത്താലും ചാവാത്തൊരു സംഗതിയുണ്ട്, ആത്മഭാവം. നമ്മൾ ശരീരത്തെ വിട്ടാലും രക്ഷപ്പെട്ടു പോകുന്നുണ്ട്, ആത്മഭാവം. ജന്തുക്കളുള്ളിൽ വിലസീടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം തന്തവും മണിപ്രകരഭേദങ്ങൾ പോലെ പരം എന്തെന്ത് ജാതമിഹ നാരായണ ജയ എന്ന ഹരിതാമകീർത്തനത്തിൽ വേറൊരു ശ്ലോകം
അപ്പോൾ ഈ ജന്തുക്കളെയെല്ലാം തന്നെ ഇണക്കിക്കൊണ്ട് തന്തവു ഈ പറയുന്ന ചരട്, ആ ചരടിൽ ഇണക്കിയിരിക്കുന്ന മണികൾ പോലെ വ്യത്യസ്ത ജീവജാലങ്ങളെയെല്ലാം തന്നെ കോർത്തിണക്കിയിരിക്കുന്ന ചരടാണ് ആത്മഭാവം എന്ന് കാണുമ്പോൾ അത് വാസ്തവത്തിൽ ജാതിയില്ല, മതമില്ല, യാതൊരു ഭേദങ്ങളുമില്ല, പ്രാദേശിക അല്ലെങ്കിൽ കാലദേശ അവസ്ഥകൾക്കെല്ലാം തന്നെ അതീതമായിട്ടുള്ള ആത്മഭാവമായിട്ട് മാറും. ആ ആത്മഭാവമാണ് ഹംസം. ആ ഹംസത്തെ അവതരിപ്പിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ നിത്യവും ഹൃദയത്തിൽ തൊട്ട് ജപിക്കുക. എന്ത് ജപിക്കും? സോഹം 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 സോഹം. അങ്ങനെ ഈ സോഹം സോഹം ജപിച്ച് നമ്മൾ ആരായിത്തീരും? ഹംസ 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 ഹംസ. ഹംസക്കോയ എന്നൊക്കെ മുസ്ലിങ്ങളുടെ പേരാ, ഹംസക്കോയ ഇല്ലേ? പണ്ട് പല മന്ത്രിമാരുണ്ടായോ എന്നൊരു സംശയം. ഏതായാലും ഹംസ എന്ന് പറയുന്ന ഇസ്ലാമിക സുഹൃത്തുക്കൾക്ക് പേര് കാണുന്നുണ്ട്, ഹംസ. അപ്പോൾ ഏതായാലും ഇവിടെ ഹംസ. അപ്പോൾ അത്തരത്തിൽ ഹംസം എന്ന് പറയുന്ന സോഹത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. മര എന്നുള്ളത് രാമയായ പോലെ, വശി എന്നുള്ളത് ശിവനായ പോലെ, ഹിംസ എന്നുള്ളത് സിംഹമായ പോലെ, അതേ രീതിയിൽ ഇവിടെ സോഹം എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഹംസ. സോഹം എന്ന് പറയുന്നതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്നൊരു അന്വേഷണം ശിവപുരാണം നടത്തുന്നുണ്ട്. ആ ശിവപുരാണാന്തർഗതമായിട്ടുള്ള ഭാഗത്തേക്ക് കടക്കുമ്പോൾ സോഹം എന്ന് പറയുന്ന പ്രണവം തന്നെയാണ് ഓം. അനന്തമായിട്ട് അനാദിയായിട്ട് ഒരിക്കലും അസ്തമിക്കാത്ത പ്രവാഹം, എന്നിലും നിങ്ങളിലും എല്ലാ കാലത്തുമുള്ള കുടികൊള്ളുന്ന ഈശ്വരതത്വം, അതാണല്ലോ ബ്രഹ്മവാചകം. ഓമിത്യേകാക്ഷരം ബ്രഹ്മ, ഓമിത്യേകാക്ഷരം പരം. കഠോപനിഷത്തിലായാലും ഭഗവത്ഗീതയിലായാലും കാണുന്നത് ആ പ്രണവമാണ്. ഈ സോഹം എന്ന് പറയുന്നത് സ്ഥാപിക്കാൻ ശിവപുരാണത്തിൽ ഒരു പ്രയോഗമുണ്ട്. അതിൽ സ എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരമായതുകൊണ്ട്, ഹ എന്ന് പറയുന്നതും വ്യഞ്ജനാക്ഷരമായതുകൊണ്ട്, സായും ഹായും ചത്ത അക്ഷരങ്ങളായതുകൊണ്ട് അതിനെ എടുത്തു കളയണം. സോഹത്തിലെ സായും ഹായും എടുത്തു കളഞ്ഞാൽ പിന്നെ എന്ത്? അതാണ് ചോദ്യം. അപ്പോൾ സോ എന്നുള്ളതിൽ സാ പോയി, ഹം എന്നുള്ളതിൽ ഹായും പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഓം. അപ്പോൾ സോഹം ഞാൻ അത് എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ ആത്മസ്വരൂപൻ ഈശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജപിക്കുന്ന സോഹം മന്ത്രം അല്ലെങ്കിൽ അജപാഗായത്രി, ആ ഗായത്രിയിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന എവിടെയാ? ഓം. അനാദിയായിട്ട് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രപഞ്ചം അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ആ ബ്രഹ്മവാചകം, അതല്ലാതെ മറ്റ് യാതൊന്നുമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ജനിച്ചപ്പോൾ ഈശ്വരൻ നമ്മുടെ ഉള്ളിലിട്ട് തന്നിരിക്കുന്ന ഓരോ സെക്കൻഡും നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുന്നു. സോഹം 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 സോഹം. യോഗികൾ പറയുന്നു 21,600 പ്രാവശ്യം നമ്മൾ ജപിക്കുന്നുണ്ട് എന്ന്. പക്ഷെ അറിയാതെ, അങ്ങനെ അറിയാതെ ജപിക്കുന്നത് കൊണ്ടാണ് ദേവി ഭാഗവതം പറഞ്ഞത് ഇതിൻ്റെ വൈഭവം ഈ മഹാമായയുടെ സാന്നിധ്യം കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന രീതിയിൽ സ്വാധീനം കൊണ്ട് നമ്മൾ അറിയുന്നില്ല. അത്തരത്തിൽ സോഹം ജപം അത് സാധിച്ചാൽ നമുക്ക് കിട്ടുന്ന ആത്മഭാവം, അല്ലെങ്കിൽ നമ്മൾ ആർജിക്കുന്ന ആ ആത്യന്തികമായിട്ടുള്ള അവതാര സ്വരൂപം ആത്മാവ് തന്നെ എന്ന്. അത് വരുമ്പോൾ ഭാഗവതത്തിൽ കാണുന്നത് എല്ലാം തന്നെ ഇല്ലാതെയായില്ലേ, എല്ലാം തന്നെ ഇല്ലാതെയായില്ലേ. അതാണ് സന്യാസിമാർക്ക് യോജിച്ചതാണ് ഈ പറയുന്ന പ്രയോഗം. സന്യാസിമാരെന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചവരാണ്. സന്യാസിയാണ് ഭാഗവതം കൈകാര്യം ചെയ്യുന്ന ശുഖബ്രഹ്മം. അപ്പോൾ ഈ ശുഖബ്രഹ്മം എന്ന് പറയുന്ന പരിവ്രാജകൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സന്യാസ ദീക്ഷയുള്ളത് കൊണ്ട് എന്നെപ്പോലുള്ളവർ കൈകാര്യം ചെയ്യേണ്ടതല്ല ഭാഗവതം. ഭാഗവതം കൈകാര്യം ചെയ്യേണ്ട സന്യാസി. എന്താ കാരണം? അത് അവസാനിപ്പിക്കുന്നത് ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് അവസാനിപ്പിക്കുന്നത് സോഹം എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തിക്കൊണ്ടാണ്, ഹംസഭാവത്തെ ആർജിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? അതിന് ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ധ്യാനം ആവശ്യമാണ്. അതുകൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. 14-ാമത്തെ അധ്യായം. 13-ാമത്തെ അധ്യായത്തിൽ ഈ ഹംസമായിട്ട് അവതരിക്കുന്നത്, ഇനിയും മണിക്കൂറുകൾ കിട്ടിയാൽ നമുക്ക് അതിനെ ഇങ്ങനെ വിശകലനം ചെയ്തുകൊണ്ട് അതിലെന്തെല്ലാമാണ് പറഞ്ഞു കൊടുത്തത് എന്ന് കൂടി ചിന്തിക്കാം. പക്ഷേ അതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്രയും പ്രാരംഭമായിട്ട് ഒരു ബേസായിട്ട്, അടിത്തറയായിട്ട് ഉറപ്പിക്കുക. എന്താണ് ആത്യന്തികമായിട്ടുള്ള സത്യം? ഹംസം. എന്താണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം? ഹംസം. അപ്പോൾ ഈ ഹംസം എന്ന് പറയുന്ന ആര്? ജീവഹംസം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തരംതിരിയുകയാണ്. ആ തരംതിരിയുന്ന ഹംസഭാവത്തെ വിട്ടിട്ട് തരം തിരിയാതിരിക്കുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ പരമാത്മാവ് തന്നെയാണ് ഞാനെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരേ ഒരു ഹംസം മാത്രമേ ഉള്ളൂ. അത് ജീവാത്മാ പരമാത്മാ എന്നുള്ള വേർതിരിവില്ലാത്ത ആത്മസ്വരൂപം. പരമാത്മാവാര അവിടെ, ജീവാത്മാവാര ഇവിടെ. അങ്ങനെ അവിടെ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് വേർതിരിക്കുന്നൊരവസ്ഥ വന്നതുകൊണ്ടാണ് രണ്ടായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വേദാന്തികൾ ഘടാകാശം ഇല്ലേ, ഘടാകാശം മഠാകാശം എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ആകാശത്തെപ്പറ്റി പഠിപ്പിക്കും. ഘടത്തിലുള്ള ആകാശവും ഘടത്തിന് പുറത്തുള്ള ആകാശവും, ആ രണ്ട് ആകാശവും ഘടം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒന്നാകുന്ന പോലെ. ഘടം എന്ന് പറയുന്ന ശരീരത്തെ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിലുള്ള ജീവാത്മാ അത് പരമാത്മാവ് തന്നെ. അപ്പോൾ ഈ ശരീരത്തെ തല്ലി പൊട്ടിക്കാനാണ് ഭാഗവതം. അതിലാണ് വാസ്തവത്തിൽ ഈ കുടം തല്ലി പൊട്ടിക്കുന്ന കൃഷ്ണൻ്റെ അവതാരം.
കുടം തല്ലി പൊട്ടിച്ചുകൊണ്ട് അതിൽ കുടികൊള്ളുന്ന അതിലുള്ള ആ തൈരും വെണ്ണയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാലും തൈരുമെല്ലാം ഈ അവകാശികൾ എന്ന് പറയുന്ന ഗോപസ്ത്രീകൾക്കോ യശോദമ്മയ്ക്കോ അവകാശപ്പെട്ടതല്ല എന്ന് കാണിക്കുകയാണ്. ശരീരത്തിന് നിനക്ക് അവകാശമില്ല, നിൻ്റെ കുടമല്ല, നിൻ്റെ യാതൊന്നുമില്ല, വാസ്തവത്തിൽ അങ്ങനെ അവകാശം ഉന്നയിക്കാൻ പറ്റുന്ന ഒന്നല്ല ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്കൃഷ്ടമായിരിക്കുന്ന ഈ അല്ലെങ്കിൽ ദശമസ്കന്ധത്തിലെ ആ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ ശരീരത്തെ നമ്മൾ നിഷ്കരണം ത്യജിക്കും. ശരീരത്തെ ഉപേക്ഷിക്കാൻ നമുക്ക് തണ്ടും തൻ്റെ ഇടവും കിട്ടും. അങ്ങനെ തണ്ടും തൻ്റെ ഇടവും കിട്ടിക്കഴിഞ്ഞാൽ ഏകാദശത്തിൽ മുക്തി എന്ന് പറയുന്ന ലക്ഷണത്തോടു കൂടിയ 11ാമത്തെ സ്കന്ധത്തിൽ നമുക്ക് സാധിച്ചെടുക്കാം. നമ്മളാരാ? ഈ പറയുന്ന ആത്മസ്വരൂപമാണ്. നമ്മൾ ആരും തന്നെ ശരീരമല്ല, ആത്മസ്വരൂപമാണ്. അത് പരമാത്മസ്വരൂപമാണ്, വേർതിരിവില്ല. ഇത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ് സനകാദികൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയിൽ ഉൾക്കൊള്ളുന്നത്. ഗുണങ്ങൾ കടക്കാതിരിക്കുക, സാത്വികമെന്ന് പറയുന്ന ബ്രാഹ്മണൻ്റെ ഗുണം പോലും ഉപേക്ഷിക്കാൻ. അപ്പോൾ ബ്രാഹ്മണനായിട്ടിരുന്നാൽ പോലും വൈകുണ്ഠത്തിൽ ചെല്ലാൻ പറ്റില്ല. അയാളുടെ 10 ഗുണഹേതുക്കൾ ആയിട്ടുള്ള കുട്ടികൾ അത് മരിച്ചേ മതിയാകൂ. അങ്ങനെ രാജസവും സാത്വികവും താമസവും ഇത് 3 നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാസ്തവത്തിൽ ആ രംഗത്തേക്ക് അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള അങ്ങേയറ്റത്തൊരവസ്ഥയിലേക്ക് വൈകുണ്ഠം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ജനിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പുനർഭവം എന്ന ഭാഗവതം പറയുന്ന സങ്കേതത്തിലേക്ക് എത്താം. ഇതാണ് ഹംസ യോഗത്തിലൂടെ. അല്ലെങ്കിൽ ഇങ്ങനെ വീർപ്പ് പൊട്ടി പരുങ്ങി നിൽക്കുന്ന ബ്രഹ്മാവ് ഉത്തരം പറയാൻ, വീർപ്പ് പൊട്ടുന്ന അയാൾക്ക് ഉത്തരം പറയാൻ സാധിക്കാത്ത രജോഗുണി ആയതുകൊണ്ടാണ്. ആ രജോഗുണത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് സാധിക്കും. സാത്വികമായിരിക്കുന്ന ഒരവസ്ഥയും തടസ്സമാണെന്നെല്ലാം തന്നെ ഭാഗവത ഉടനീളം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ഇനി നമുക്ക് 14ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോഴാണ് ധ്യാനത്തെ പറ്റി പറയുന്നു. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? അല്ലെങ്കിൽ ഈശ്വരനെ ധ്യാനിച്ചുറപ്പിച്ചാൽ അതിൽ പ്രത്യേകിച്ചും പറയുന്നത് നമുക്കെല്ലാവർക്കും തന്നെ ത്രിപുടി എന്ന് പറയുന്നത് ഒഴിയണം. അപ്പോൾ ത്രിപുടി ഒഴിയുക. 14ാമത്തെ അധ്യായത്തിൻ്റെ ഒടുവിൽ 2-3 കാര്യങ്ങൾ അതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് വളരെ ലഘുവായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ 14ാമത്തെ അധ്യായം അവസാനിക്കുന്ന പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വരാം. അപ്പോൾ ഈ അവസാനിക്കുന്ന പ്രയോഗം ഏവം സമാഹിതമതിർ മാം ഏവ ആത്മാനമാത്മനി വിചഷ്ടേമയി സർവാത്മൻ ജ്യോതിർജ്യോതിഷീ സംയുതം ധ്യാനേനേദ്ധം സുതീവ്രേണ യുഞ്ചതോ യോഗിനോ മന. കണ്ണടയില്ലാത്തതുകൊണ്ട് വല്ല പ്രശ്നങ്ങളാണ്. ധ്യാനേനേദ്ധം സുതീവ്രേണ യുഞ്ചതോ യോഗിനോ മന. എന്നിട്ട് പറയുകയാണ് സംയാസ്യത്യാഗോ നിർവാണം ദ്രവ്യജ്ഞാന ക്രിയാഭ്രമ. ഒടുവിലത്തെ പ്രയോഗം ദ്രവ്യജ്ഞാന ക്രിയാഭ്രമ. അപ്പോൾ ഈ ദ്രവ്യജ്ഞാന ക്രിയാഭ്രമ എന്ന് പറയുന്ന ത്രിപുടി എന്ന് പറയുന്നതിനെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ധ്യാനം എന്തിനാ? കണ്ണടച്ച് കുറേ നേരം ഇരിക്കലല്ല ധ്യാനമെന്ന് വന്നു. ഈ ധ്യാനത്തിലൂടെ യോഗത്തിലേക്കും യോഗത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കും കടക്കണം. ഏതായാലും ഈ ദ്രവ്യജ്ഞാനക്രിയ ഭ്രമ. അപ്പോൾ ദ്രവ്യജ്ഞാനക്രിയ എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അതിൻ്റെ ഇടയിലുള്ള പ്രസംഗവും ഇത് ത്രിപുടീഭാവമാണ്, ത്രയംബക ഭാവമാണ്. 3ആയിട്ട് നിൽക്കുന്ന പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ പ്രത്യേകതയാണ്. 3ആയിട്ട് നിൽക്കുന്നതെല്ലാം തന്നെ മുടിഞ്ഞാലേ 4ാമത്തൊരു സ്ഥലത്തേക്ക് എത്താൻ പറ്റൂ. അകാരോകാരം അകാരങ്ങൾ ഈ ത്രിപുടീഭാവമാണ്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഇത്തരത്തിലുള്ളതാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഈ ത്രിപുടീഭാവത്തിൽ നിന്ന് 4ാമത്തെ ഭാവത്തിലേക്ക് എത്തിയാൽ അങ്ങനെ മുടിയണം. അതിനു വേണ്ടിയിട്ടാണ് ധ്യാനം. ആ ധ്യാനത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആസീന സമകായോ യഥാസുഖം ഹസ്താ ഉത്സംഗ ആധായ സ്വനാസാഗ്രകൃതക്ഷണ പ്രാണസ്യ ശോധയൻ മാർഗം പൂരകുംഭകരേജകൈ വിപര്യേണാപി ശനൈർ അഭ്യസേൻ നിർജിതേന്ദ്രിയ ഹൃദ്യവിച്ഛിന്നമോങ്കാരം ഖണ്ഡാനാദം വിസോർണവത് പ്രാണേനോദീര്യ തത്രാധ പുനഃസംവേശയേത് സ്വരം ഏവം പ്രണവസംയുക്തം പ്രാണമേവ സമഭ്യസേത് ദശകൃത തൃഷവണം മാസാദ് അർവാഖ് ജിദാനില ഹൃത് പുണ്ടരീകം അന്തസ്ഥം ഊർധ്വനാളമധോമുഖം ധ്യാത്തോർധമുഖ ഉന്നിദ്രം അഷ്ടപത്രം സകർണികം കർണികായം ന്യസേത് സൂര്യ സോമാഗ്നി ഉത്തരോത്തരം വന്യമധ്യ സ്മരേത് രൂപം മമൈത ധ്യാനമംഗളം. എന്നിട്ട് ആ രൂപം സമം പ്രശാന്തം സുമുഖം ദീർഘചാരു ചതുർഭുജം സുചാരു സുന്ദരഗ്രീവം സുകപോലം ശുചിസ്മിതം സമാനകർണവിന്യസ്തസ്വരൻ മകരകുണ്ടലം ഹേമാംബരം ഘനശ്യാമം ശ്രീവത്സ ശ്രീനികേതനം
ശംഖചക്രഗദാ പത്മ വനമാല വിഭൂഷിതം നോപരേർ വിലസത്പാദം കൗസ്തുഭ പ്രഭയായുധം. എന്നിട്ടോ ദ്യുമത് കിരീടകടകടിസൂത്രാംഗതായുധം സർവാംഗ സുന്ദരം ഹൃദ്യം പ്രസാദ സുമുഖക്ഷണം സുകുമാരം അഭിധ്യായേത് സർവാംഗേഷു മനോദധത്. അപ്പോൾ ഇത്തരത്തിൽ ധ്യാനിക്കാൻ പറയുന്നത് എളുപ്പത്തിൽ നമുക്കൊന്ന് കൈകാര്യം ചെയ്യാം. നമുക്ക് മേൽപ്പത്തൂർ നാരായണ ഭട്ടേരിപ്പാടിനെ ഒന്ന് ആശ്രയിക്കാം. അദ്ദേഹം 95-ാമത്തെ ദശകത്തിൽ ഈ 14-ാമത്തെ അധ്യായം ഏകാദശസ്കന്ധം 14-ാമത്തെ അധ്യായത്തിൽ 2 ശ്ലോകങ്ങൾ മാത്രം. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഈ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ധ്യാനം ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ടത് എങ്ങനെ? ധ്യാനം തേ ശീലയേയം സമതനുസുഖബദ്ധാസനോ നാസികാഗ്ര നസ്താക്ഷപൂരഗാദ്യേർ ജിതപവനപഥശ്ചിത്തപത്മം തുവാഞ്ചമാം ഊർധ്വാഗ്രം ഭാവയിത്വാ രവി വിധിശിഖിന സംവിചിന്യോ വരിഷ്ഠാത് തത്രസ്ഥം ഭാവയത്വാം സജലജലധരശ്യാമളം കോമളാംഗം. ഒറ്റ ശ്ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് ഉത്ഭവിച്ചിരിക്കുന്നു. അതിൻ്റെ മലയാളീകരണം വളരെ രസമാണ്. ആരാണിത് മലയാളത്തിലാക്കിയെന്ന് എനിക്കറിയില്ല. പക്ഷേ നിന്നെ ധ്യാനിച്ചിടാം, സിമ്പിളായിട്ട് ധ്യാനിക്കാനായിട്ട് സാധിക്കും. ധ്യാനം ദേശീലയേയം, ആ സംസ്കൃത പദപ്രയോഗങ്ങളെല്ലാം തന്നെ വിട്ട് നിന്നെ ധ്യാനിച്ചിടാം ഞാൻ. എങ്ങനെ? സുഖമോട് ഉടൽ നിവർന്ന് ഋജുകായനായിട്ടിരിക്കുക. ഉടൽ നിവർന്ന് അങ്ങിരുന്നിട്ട്, അപ്പോൾ ഉടൽ നിവർത്തിയിരിക്കുക, ഋജുകായനായിട്ടിരിക്കുക. ഭാഗവത്തിൽ തുടക്കത്തിൽ തന്നെ ജിതാസനനാകുക എന്നൊരു പ്രയോഗമുണ്ട്. ജിതശ്വാസനാകുക, ജിതേന്ദ്രിയനും ജിതസംഗനുമാകുക. ഇത് ആദ്യത്തെ 4 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അതേ രീതിയിൽ തന്നെ നിന്നെ ധ്യാനിച്ചിടാം ഞാൻ സുഖമോട് ഉടൽ നിവർന്നങ്ങിരുന്നിട്ട് മൂക്കിൽ കണ്ണൂന്നീ. ഈ മൂക്കിൽ കണ്ണൂന്നത് ഊന്നുന്നത് മുകളിലാണോ താഴത്താണോ? അപ്പോൾ ചിലർ പറയും ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ നോക്കിയിരിക്കാമെന്ന്. പക്ഷേ ഈ ഭ്രൂമധ്യം എന്ന് പറയുന്ന പുരിയക്കൊടികളുടെ ഇടയിൽ അതിശ്രേഷ്ഠമായിരിക്കുന്ന 3-ാമത്തെ കണ്ണെന്ന് നമ്മൾ പറയുന്നത് അത് ഭ്രൂമധ്യം ആജ്ഞാചക്രമാണ്. അതിനകത്തേക്ക് ഇങ്ങനെ കണ്ണം നട്ടിരിക്കുന്ന ധ്യാനമാണ് ഇവിടെ പറയുന്നത്. കണ്ണൂന്നി, എങ്ങനെ? മൂക്കിൽ കണ്ണൂന്നി പൂരകാദ്യത്തോട് പവനപഥം വെന്ന് ഉടൻ ചിത്തപത്മം. അപ്പോൾ പ്രാണായാമം ചെയ്യാൻ വളരെ സിമ്പിളായിട്ടൊറ്റ ശ്ലോകത്തിൽ കൊണ്ടുവരികയാണ്. പ്രാണായാമം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ശ്വാസം മുട്ട് മാറാൻ. ഇന്നലെ ആരാണ്ട് ഇങ്ങനെ പറഞ്ഞു തന്നു, ഞങ്ങളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചിന്മുദ്ര പിടിച്ചാൽ ഹൃദയത്തിലെ ഈ വാൽവുകൾക്ക് കേടുള്ളത് ബ്ലോക്ക് മാറുന്നു, ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നാൽ മതി. അക്കൂട്ടത്തിൽ വാസ്തവത്തിൽ മറ്റു രോഗങ്ങൾക്കും ഈ പറയുന്ന അനാമിക എന്ന് പറയുന്ന മോതിരവിരലും ചൂണ്ടാണി വിരലും ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു 15 മിനിറ്റ് ഇരുന്നാൽ അവിടെയും മാറ്റം വരും പോലും. അപ്പോൾ ഇതെല്ലാം യോഗ എന്ന് പറയുന്നത് രോഗം മാറാനുള്ള ഒരു സംഗതിയായിട്ട് മാറി. രോഗിയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യോഗ. യോഗ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ശരീരത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രയോഗമായിട്ട് മാറി. സത്യത്തിൽ ഈ പറയുന്ന യോഗ ഈ ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ശരീരാന്തർഗതമായിട്ട് കടന്നുകൂടിയിരിക്കുന്ന എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അണ്ടർലൈൻ ചെയ്യുക, എനിക്ക്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ഈ യോഗാഭ്യാസം ഞാനെന്ന് പറയുന്ന ആത്മതത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയും ഈ പ്രാണായാമം ചെയ്യുന്നത് ചെറിയൊരു സംഗതി. ആദ്യം തന്നെ അകാര ഉകാരം അകാരങ്ങളെ കൊണ്ട് ചെറുപ്പകാലം മുതൽ ഞാൻ ഈ പ്രാണായാമം ശീലിച്ചു വന്നിട്ടുണ്ട്, നാഡീശോധന എന്നുള്ള മട്ടിലാണ്. അത് കഴിഞ്ഞ് ഓംകാരം കൊണ്ടുള്ള പ്രാണായാമം ചെയ്യും. അത് കഴിഞ്ഞ് മന്ത്രമൂർത്തിയെ നമ്മൾ ഇഷ്ടദേവതയായിട്ട് സ്വീകരിക്കുന്നത് നമ്മുടെ മാർഗമെല്ലാം തന്നെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടദേവതയുടെ ഉപയോഗം തന്നെ നമുക്കൊരു മാർഗദർശിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടദേവത ഭദ്രകാളിയോ അയ്യപ്പനോ ആരെങ്കിലുമൊക്കെ വേണം, നല്ലതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്ടദേവതയെ സ്വീകരിച്ചുകൊണ്ട് പ്രാണായാമാദി കാര്യങ്ങൾ ചെയ്ത് നമ്മൾ സാധനയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ പ്രാണായാമത്തിലൂടെ പതുക്കെ നമ്മുടെ പ്രാണായാമം അന്തർമുഖമാകും. യാതൊരു സംശയവും വേണ്ട. അന്തർമുഖസമാരാധ്യ എന്ന് ലളിതയിൽ പറയുന്ന പോലെ, ബഹിർമുഖ സുദുർലഭ എന്ന് പറയുന്ന പോലെ പതുക്കെ നമ്മൾ അന്തർമുഖന്മാരാകും. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ വളരെ സ്പീഡെല്ലാം തന്നെ കുറച്ചുകൊണ്ട് സംസാരിക്കാൻ കൊതിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എനിക്ക് വാസ്തവത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, കുറച്ചാളും കൂടി കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കും, മൗനം ദീക്ഷിക്കും. അപ്പോൾ അടങ്ങി ഇരിക്കുമ്പോൾ കണ്ടതൊന്നും പറയാത്തൊരവസ്ഥയിലേക്കാവും. ആ കണ്ട കാര്യങ്ങൾ കിട്ടാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ കാണാത്ത കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ പ്രസംഗിക്കുന്നത്. അപ്പോൾ പ്രസംഗിക്കുന്നത് അറിയാത്തത് കൊണ്ടാണ്. അറിയുന്നവൻ മിണ്ടുകയില്ല. രമണ മഹർഷി ഗുരുദേവൻ ചെന്നപ്പോൾ മിണ്ടിയില്ല, പരസ്പരം മുഖാമുഖം ഇരുന്നതേയുള്ളൂ. അതായത് ദക്ഷിണാമൂർത്തിയെപ്പോലെ ഈ പറയുന്ന മിണ്ടാതിരുന്നു കൊണ്ട് മൗനം ദീക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നൊരു പ്രത്യേക സമ്പ്രദായം, അത് ഗുരുവിൻ്റെ രീതിയാണ്. അപ്പോൾ അതേ രീതിയിൽ നമ്മളും മിണ്ടാതെയാകട്ടെ എന്ന്, അല്ലേ? മിണ്ടാതെയാകട്ടെ, ഞാനും മിണ്ടാതെയാകട്ടെ, നിങ്ങളും മിണ്ടാതെയാകട്ടെ, ഒക്കെ മൗനികളാകട്ടെ എന്ന് പറയുമ്പോൾ മുനി എന്ന് പറയുന്ന സവിശേഷമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തും.
ആ അവസ്ഥയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രാണായാമാദികൾ. നമ്മൾ സാധാരണ പത്മ ആസനം അതുപോലുള്ള ആസനങ്ങൾ അനുഷ്ഠിക്കും. അതിലാദ്യം കൈകാലുകളെല്ലാം തന്നെ വേദനിച്ചാൽ പോലും പതുക്കെ പതുക്കെ സ്വായത്തമാകുമ്പോഴാണ് ജിതാസന, ഭാഗവതം പറയുന്നത് ജിതാസനാകുക. എന്നിട്ടാണ് ഈ പ്രാണായാമം ചെയ്തുകൊണ്ട് നമ്മൾ ശരീരജന്യങ്ങളായിട്ടുള്ള വികാരങ്ങളെയും അല്ലെങ്കിൽ വിഷയ സംബന്ധികളായിട്ടുള്ള സംഗതികളെയും ഉള്ളിലേക്ക് വലിക്കുന്നത്. അത് പ്രാണായാമത്തിലൂടെ ചെയ്യാനാണ്. ഇന്നിപ്പോൾ പ്രാണായാമം ചെയ്ത് നമ്മൾ സ്ത്രീപീഡനത്തിന് വേണ്ടി മുതിരുന്ന വ്യക്തികളായിട്ട് മാറി. എന്താ കാരണമെന്നറിയാമോ? യോഗാഭ്യാസം കൊണ്ട് ശരീരം ദൃഢമായി, ആരോഗ്യം വർദ്ധിച്ചു, കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ വൃത്തികേടുകളും മലീമസമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ തക്ക തൻ്റെടികളായിട്ട് മാറി. ആധ്യാത്മികത എന്ന് പറയുന്നത് ഭൗതികതയിലേക്ക് കടന്നു ചെല്ലാനുള്ളൊരു മാർഗമായിട്ട് പരിണമിച്ചു. പൂജ പഠിച്ച് പൂജ നടത്തി നമ്മളിപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ എല്ലാം എന്താണ് വാസ്തവത്തിൽ അവിടെ ആധ്യാത്മികത ഇല്ലാത്തൊരവസ്ഥ. അതുകൊണ്ട് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ശ്രീരാമകൃഷ്ണ സർ പാവം നരേന്ദ്രനെ സ്പർശിച്ചതേയുള്ളൂ, വൈദ്യുതിയുടെ ഒരു പ്രവാഹം ഉണ്ടായി, പക്ഷേ ഇന്നത്തെ ശാന്തിമാർ തൊട്ടാലും ഉള്ള വൈദ്യുതിയും കൂടി എർത്ത് ചെയ്തു, നശിച്ചു. അപ്പോൾ അത്രമാത്രം മാറ്റങ്ങൾ ഇന്ന് സംഭവിച്ചു പോയി. അപ്പോൾ ഈ പ്രാണായാമം ചെയ്തുകൊണ്ട് പിന്നെന്ത് വേണം? അടുത്താണ് പ്രശ്നം. അങ്ങനെ ചിത്തപത്മം കണ്ടും ഈ മനസ്സ് അല്ലെങ്കിൽ ചിത്തമാകുന്ന താമരപ്പൂവിനെ ഒന്ന് കാണാനുള്ള യോഗ്യത വേണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് പഞ്ചകോശാന്തരസ്ഥിത എന്ന് പറയുന്ന മന്ത്രം ലളിതയിൽ, ഷഡ്ചക്രോപരി സംസ്ഥിത എന്ന് പറയുന്ന മന്ത്രം ലളിതയിൽ 6 ചക്രങ്ങളെ മുറിച്ച് മുകളിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോയി എന്നല്ല, അതൊരു പ്രത്യേക ഭാവത്തിലേക്ക് വന്നു എന്നാണ്. അവിടെ ഈ സപ്ത കേന്ദ്രങ്ങളെയെല്ലാം തന്നെ നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു എന്നാണ്. ഉദാത്തമായിട്ടുള്ള ഉത്തുംഗമായിരിക്കുന്ന ഒരു വരുത സ്ഥിതിയിലേക്ക്. അത് കഴിഞ്ഞ് പഞ്ചകോശങ്ങളെ മുറിച്ച് അകത്തേക്ക് കടക്കുമ്പോൾ നാം ധ്യാനവേളയിൽ കാണേണ്ടത് നീലാകാശമാണ്, ദിഗരാകാശമാണ്. നീലച്ചവി കൊണ്ടൊരു ആകാശത്തെ കണ്ടേ അടങ്ങാവൂ. അത്തരത്തിൽ ഒരു സംഗതി കണ്ടിട്ടേ മടങ്ങണമെങ്കിൽ മടങ്ങിക്കൊള്ളൂ. പക്ഷേ ആ നീലച്ചവി കൊണ്ട ആകാശത്തിൽ നിങ്ങൾ സോളിറ്ററി ആയിട്ട് ഒരു താമരപ്പൂവിനെ കാണണം. അതാണ് ഹൃദയപത്മം. അത് കണ്ടില്ലെങ്കിൽ എന്തിനു കൊള്ളാം? ഒരേ ഒരു പത്മം ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന വെള്ള താമരപ്പൂവ്, അത് വെള്ള തന്നെ ആയിക്കോട്ടെ, കാരണം അത് സത്യമായിട്ട് ഇരുന്നോട്ടെ. ഏതായാലും ഊർധ്വഗ്രംഭാവയത്വ, അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന മേൽപോട്ട് അങ്ങനെ വിടർന്നു നിൽക്കുന്ന ചിത്തപത്മത്തെ കണ്ട് അതിൻ്റെ കർണിക, ആ താമരപ്പൂവിനൊരു കർണിക, അതിൻ്റെ നടുഭാഗത്ത് കാണുന്നത്, ആ കർണികയിൽ സൂര്യനെ ധ്യാനിച്ച്, അതിൻ്റെ മുകളിൽ ചന്ദ്രനെ ധ്യാനിച്ച്, അതിൻ്റെ മുകളിൽ ഈ പറയുന്ന അഗ്നിയെ ധ്യാനിക്കാനാണ് പറഞ്ഞത്. ധ്യാനം വെറുതെ കണ്ണടച്ചിരിക്കലല്ല എന്ന് വന്നില്ലേ? പഞ്ചകോശങ്ങളെ മുറിച്ച് അകത്തേക്ക് കടക്കണം. അതൊന്നും വിശദമായിട്ട് ഇതിൽ കാണില്ല. പക്ഷേ എങ്കിലും ധ്യാനയോഗം അത് അനുഷ്ഠിക്കുന്ന വ്യക്തികൾ പഞ്ചകോശങ്ങളെ, സ്ഥൂലമായിരിക്കുന്ന അന്നമയ കോശത്തെ മുറിച്ച് മനോമയ കോശം, പ്രാണമയ കോശം ഇത്യാദി കോശങ്ങളെ, അത്തരത്തിൽ ഈ വിജ്ഞാനമയ കോശം ഇതെല്ലാം തന്നെ ഛേദിച്ച് ആനന്ദമയ കോശവും കൂടി കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ഈ പഞ്ചകോശാന്തരസ്ഥിതമായിരിക്കുന്ന ദഹരാകാശത്തിൽ അവിടെ വിടർന്നു നിൽക്കുന്ന താമരപ്പൂവിനെ കണ്ട് അതിൻ്റെ കർണികയിൽ നമ്മൾ ആദ്യം തന്നെ ധ്യാനിക്കുന്ന സൂര്യനെയാണ്. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിത്യവും കാണുന്ന സൂര്യനല്ല സൂര്യൻ, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ മുറ്റി നിൽക്കുന്ന ഭർഗതേജസ്സിനെയാണ് നാം ധ്യാനിക്കുന്നത്. ഭർഗോദേവസ്യ ധീമഹി ധിയോയോ ന പ്രചോദയാൽ. ആ സൂര്യൻ ഈ സൂര്യൻ മാത്രമല്ല, അനേകോടി ബ്രഹ്മാണ്ടങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ എത്രയെത്ര സൂര്യന്മാരുണ്ട് എന്ന് പറയാൻ നിവർത്തിയില്ല. അങ്ങനെയുള്ള സൂര്യന്മാരെ എല്ലാം തന്നെ ധ്യാനിക്കുകയാണ്. സൂര്യൻ്റെ ഒരു മണ്ഡലം രചിച്ച് അതിൻ്റെ മുകളിൽ ആ പ്രകാശം കൊണ്ട് ഇങ്ങനെ ശോഭിക്കുന്ന ചന്ദ്രൻ്റെ മണ്ഡലം, സുഖശീതളമായിരിക്കുന്ന ഛായ, മറ്റേ ഉഷ്ണകിരണങ്ങളെ കൊണ്ടുള്ള ചൂട് പിടിച്ചിരിക്കുന്നൊരവസ്ഥ, അത് കഴിഞ്ഞ് 7 നാക്കുകളുള്ള 10 കലകളുള്ള അഗ്നിയുടേതായിട്ടുള്ള ആ അവസ്ഥയും കൂടി ധ്യാനിച്ചിട്ടാണ് പിന്നെ പറയുന്നു എന്താ ധ്യാനിക്കേണ്ടത്? ഭാഗവത്തിൽ പറയുന്ന പോലെ ആ നീലശ്ലഷ്ണകേശം ധ്യാനിച്ചുകൊണ്ട് നിർത്താം. ഏതായാലും നമ്മുടെ സപ്താഹത്തിൽ എനിക്ക് വാസ്തവത്തിൽ അനുഗ്രഹിച്ച് കിട്ടിയതാണ് ഈ സബ്ജക്റ്റ്. 18ാമത്തെ കൊല്ലം വാസ്തവത്തിൽ ഈ ഹംസയോഗം പറയാൻ ഇങ്ങനെ വീണ് കിട്ടി. മേനോൻ ചേട്ടനും അതുപോലെ സ്വാമികൾ ഇത്തരത്തിലുള്ളൊരു പേരിടുകയും ചെയ്തത്, നീയും വാസ്തവത്തിൽ പഠിച്ച് ഈ കാര്യങ്ങൾ ഗ്രഹിച്ച് പ്രസംഗിക്കുക എന്നുള്ളതല്ല ജോലി, പഠിച്ച് മിണ്ടാതിരിക്കുക. അങ്ങനെ പഠിച്ച് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഹംസഭാവത്തിലേക്ക് വന്നാൽ ആത്മഭാവം മിണ്ടുകയില്ല. അപ്പോൾ അത്തരത്തിലൊരവസ്ഥയിലേക്ക് ആ നീലശ്ലഷ്ണകേശം ജ്വലിതമകര സത്കുണ്ടലം മന്ദഹാസ്യന്താർദ്രം കൗസ്തുഭശ്രീപരിഗത വനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസത് ഉദരം കാഞ്ചനഛായചേലം ചാരുസ്നിഗ്ധോരോംബോർഹലളിതപദം ഭാവയേഹം ഭവന്തം ആ നീലശ്ലഷ്ണകേശം ജ്വലിതമകരസത്കുണ്ടലം മന്ദഹാസം ശ്രീയം നൽകൗസ്തുഭശ്രീ വിലസിടുമിഴമൊത്തൊജ്വലം വന്യമാല്യം ശ്രീവത്സം പൊന്നറമ്പട്ട് അതിമൃദു
ഉദരം ചാരു ചാരുവം കൈകളും നിഞ്ചേലാർന്നോരു ഊരു ചെന്താർ തൊഴുമടി മലരും ചേർന്ന് നിൻ രൂപമോർക്കാം. ഈ കലയതീയമനാതീരവാസി മുകുന്ദ എന്ന് പറയുന്ന പോലെ രാസക്രിയയുടെ തുടങ്ങുന്നതും ഈ പറയുന്ന പട്ടരിപ്പാട് രാസക്രിയയുടെ തുടങ്ങുന്നതും വാസ്തവത്തിൽ ഈ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടാണ്. കേശഭാഷധൃത പിഞ്ചികാ വിദതി എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ ധ്യാനിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ധ്യാനം എന്ന് പറയുന്ന ഓരോ ഭാവത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് അത്തരത്തിൽ രൂപം അല്ലെങ്കിൽ അത്തരത്തിൽ സൗകുമാര്യം എന്ന ഭാവമെല്ലാം തന്നെ കൊണ്ടുവന്നാലും ഭാവമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. രൂപത്തെ ധ്യാനിച്ച് നാമത്തിലൂടെ നാമരൂപങ്ങളില്ലാത്ത ആത്മഭാവത്തിലേക്ക് എത്തുന്നതാണ് നമ്മുടെ സംസ്കാരം. അതാണ് ഈ ഭാഗവതത്തിൽ 11-ാമത്തെ സ്കന്ധം, പ്രത്യേകിച്ചും ഈ പറയുന്ന 13-ാമത്തെ അധ്യായത്തിൽ ഹംസാവതാരം വരാൻ കാരണം നിങ്ങളെല്ലാവരും അരൂപമായിരിക്കുന്ന ആത്മഭാവത്തിലേക്ക് വരിക. പ്രതിമയെ പൂജിച്ചുകൊണ്ട് പ്രതിമയെ വാസ്തവത്തിൽ നിഷ്കരുണം ത്യജിച്ച് അതിലൂടെ പ്രതീകത്തിലേക്ക് വന്ന് പ്രതീകത്തെ ഉപേക്ഷിച്ച് പ്രണവം എന്ന് പറയുന്ന ഭാവത്തിലേക്ക് എത്തി അത് ജപിച്ച് തപിച്ച് അതിലൂടെ മുന്നോട്ട് പോയിട്ട് ഹംസം എന്ന് പറയുന്ന ആത്മഭാവത്തെ അതിനെ സ്വീകരിച്ചുകൊണ്ട് മുക്തന്മാരാകാൻ, ഇതാണ് ഭാഗവതം. അപ്പോൾ ഈ ഭാഗവതത്തിൽ ഉള്ള രീതിയിൽ മറ്റെങ്ങും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പലയിടത്തും ഉള്ളതിങ്ങനെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക സമ്പ്രദായത്തിൽ സൃഷ്ടമായിരിക്കുന്ന ആ ഭാഗവത രചനയുടെ വൈശിഷ്ട്യം കൊണ്ട് നമ്മൾ ഹംസന്മാരാണ്, പരമഹംസന്മാരായിട്ട് മാറണം. ശരീരത്തെ ത്യജിച്ച് കഴിഞ്ഞതിനെ പൊട്ടിച്ചു കളഞ്ഞ് ആ ഹംസഭാവത്തെ ആർജിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുക്തന്മാരാകുന്നു. അത്തരത്തിലുള്ള ഹംസാവതാരമാണ് വാസ്തവത്തിൽ അന്നം രക്ഷിക്കുന്നു എന്ന്. ഇവിടെ സ്വാമികൾ ഇട്ട ആ പ്രയോഗം, ഈ അരയന്നം ബ്രഹ്മാവിനെ രക്ഷിക്കാൻ വരുന്നു, തുണയ്ക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ബ്രഹ്മാവും വാസ്തവത്തിൽ രജോഗുണപ്രധാനിയായതുകൊണ്ട് ശരീരത്തോട് എന്തെന്നില്ലാത്ത പ്രതിപത്തിയുള്ള ഒരു വ്യക്തിത്വമാണ്. വിഷ്ണു ആയാലും രുദ്രനായാലും. അതല്ലാതെ വിട്ടുപോകണമെങ്കിൽ എന്തു വേണം? ഈ ഹംസമായിട്ട് അവതരിക്കണം. ആ ഹംസമായിട്ട് അവതരിക്കുമ്പോൾ ശരീരത്തിൻ്റെ പ്രകൃതമെല്ലാം തന്നെ ഉപേക്ഷിച്ച് പ്രകൃതിയെ അതിജീവിച്ചുകൊണ്ട് പുരുഷഭാവത്തിൽ അല്ലെങ്കിൽ സൂക്ഷ്മമായിരിക്കുന്ന ആത്മതലത്തിലേക്ക് എത്താം. അത് വാസ്തവത്തിൽ ഗുണങ്ങൾക്കതീതമായത്, ഗുണങ്ങൾ പ്രവേശിക്കാത്തത്. ആ ഗുണങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ സ്വാമികളെ എപ്പോഴും ഓർക്കുന്നത്, തെറിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന കൊടുങ്ങല്ലൂർ തെറിപ്പാട്ട് മാറ്റാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു നമ്മുടെ സ്വാമികൾ. അതുപോലെ തൂക്കം എന്ന് പറയുന്നത് ഇല്ലാതെയാക്കാനായിട്ട് എളവൂരും പരിശ്രമിച്ചു. അതുപോലെ കേരളക്കരയിൽ ഇന്നും ഈ പറയുന്ന നരബലി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ആടിനെയും മാടിനെയും വെട്ടി അത്തരത്തിൽ ഗുരുതി കഴിച്ചുകൊണ്ടൊരു പ്രത്യേക പൂജാ സമ്പ്രദായം അവശേഷിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ ഇന്നും കാണാം. അവിടെയെല്ലാം തന്നെ നമ്മുടെ താമസപ്രകൃതമായിരിക്കുന്ന ആരാധനാ സമ്പ്രദായമാണ്. അതെല്ലാം തന്നെ ഉപേക്ഷിക്കണമെന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാനും. കള്ളും പൊടിയും വെച്ചുകൊണ്ട് വാസ്തവത്തിൽ പറശ്ശിനിക്കടവ് ചെല്ലുമ്പോൾ കള്ളും ഈ മത്സ്യവുമാണ് കൊടുക്കുന്നതെങ്കിൽ കൂടി അതെല്ലാം വാസ്തവത്തിൽ താമസപ്രകൃതമായിരിക്കുന്ന ആരാധനാ സമ്പ്രദായം. അതിനെ വിട്ടുകളഞ്ഞാൽ നമ്മൾ ഈ ഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ രക്ഷപ്പെടില്ല. കൊല്ലാനുള്ള പ്രവണത ഇങ്ങനെ കൂടിക്കൂടി വരാൻ കാരണം എന്താ? മാംസദാഹികളായിട്ട് നിരപരാധികളായിട്ടുള്ള ജീവികളെ കൊന്ന് അവരുടെ മാംസം ഭുജിക്കുന്ന രീതിയിലേക്ക് വന്നപ്പോൾ കൊല്ലാൻ മടിയില്ലാതെ വന്നു. ഉപാസനയോ അതുപോലെ തന്നെ. നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് ഗുണങ്ങൾ നമ്മളിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ഗുണങ്ങൾക്ക് അതീതമായിട്ടുള്ളൊരു ഭാവത്തിലേക്ക് വരാൻ നിതാന്തമായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള സാത്വികമായിട്ടുള്ളൊരു ഉപാസന വേണം. സാത്വികമായിട്ടുള്ള ഉപാസനയിലൂടെ കടന്ന് ആ സാത്വികതയെയും കൂടി ഉപേക്ഷിച്ചാൽ നമുക്ക് ആത്മഭാവത്തെ ആർജിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ഭാഗവതവും ഇത്തരത്തിൽ ആത്മീയ സാധനകളും. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്വാമികൾ ദീർഘായുസോടുകൂടി വർത്തിച്ച് ഈ സുന്ദരമായിരിക്കുന്ന നിമിഷികാരണ്യം ദീർഘകാലം ഇത് ഈ ചിരസ്ഥായിയായിട്ട് നിൽക്കട്ടെ. കേരളക്കരയിൽ പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് കാണുന്ന അപജയങ്ങൾ അനവധി ആരാധന അല്ലെങ്കിൽ ഈ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ലോപവും അല്ലെങ്കിൽ അത്തരത്തിൽ കേടുകളും കെടുതികളും ഇതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതിന് വളരെയേറെ പഠിക്കാനുള്ളൊരു സംവിധാനം ഏർപ്പെടുത്താൻ പറ്റിയ ഒരു പ്രത്യേക വേദിയായിട്ട് ഇത് പരിണമിക്കട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സ്വാമികളുടെ അനുഗ്രഹം എല്ലാ കാലവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരി ഓം. നാരായണ നാരായണ.